മേഖലകളിൽ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. ഒരു ബിൽഡിങ്ങിൽ ബീമുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ, പാലത്തിന്റെ തൂണുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ, പാലത്തിന്റെ സ്ലാബുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ, മെഷീനറി പാർട്സുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ, എൻജിൻ ഷാഫ്റ്റുകളും വീലുകളും ഡിസൈൻ ചെയ്യുമ്പോൾ തുടങ്ങി എല്ലാ രംഗത്തും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി പരിഗണിക്കേണ്ടതും കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതുമാണ്. ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഖരവസ്തുക്കളുടെ പ്രത്യേകിച്ച് ഖരവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സിന്റെ ഒക്കെ ലാസ്റ്റിംഗ്, എത്ര കാലം അത് ഉറപ്പോടുകൂടി നിലനിൽക്കും എന്നതിനെയൊക്കെ തീരുമാനിക്കുന്നത്. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്നത്, ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് റബ്ബർ ബാൻഡിന്റെ അല്ലെങ്കിൽ റബ്ബർ മെറ്റീരിയൽസിന്റെ വലിച്ചു നീട്ടാൻ കഴിയുന്ന ആ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിക്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വലിച്ചു നീട്ടപ്പെടുന്നതിനെയും പിടിച്ചു തിരിക്കപ്പെടുന്നതിനെയും ഡിഫോർമേഷനെയും ആകൃതി, ഷേപ്പ്, അളവ് വ്യത്യാസങ്ങളെയൊക്കെ എതിർക്കാനുള്ള, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി, ഏറ്റവും ഇലാസ്റ്റിക് മെറ്റീരിയൽ റബ്ബറിനേക്കാൾ ഇലാസ്റ്റിക് സ്റ്റീലാണ്. കാരണം സ്റ്റീലിനെ നമുക്ക് എളുപ്പത്തിൽ വലിച്ചു നീട്ടാനോ ഷേപ്പ് മാറ്റാനോ കഴിയില്ല. കാരണം അതിൽ സ്റ്റീലിനകത്ത് അതിനെ എതിർക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സസ്, റെസിസ്റ്ററിങ് ഫോഴ്സസ് ഉണ്ടെന്ന് പറയാം. സ്റ്റീലിന് അഥവാ നമ്മൾ വലിച്ചു നീട്ടിയാൽ തന്നെ അതിനുടൻ തന്നെ അതിന്റെ പൂർവ്വ സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നതാണ്. റബ്ബറിനേക്കാൾ ഇലാസ്റ്റിക് ആണ് സ്റ്റീല്. അപ്പൊ വലിച്ചു നീട്ടുന്നതിന് വിധേയമാകുന്നതിനെ അല്ല ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ വലിച്ചു നീട്ടാവുന്നതിനെ അല്ല മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. മറിച്ച് ഡിഫോർമേഷന് എത്രത്തോളം പ്രയാസകരമാണ് എന്നതിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന പ്രോപ്പർട്ടി സൂചിപ്പിക്കുന്നത്. എളുപ്പത്തിൽ വലിച്ചു നീട്ടാൻ പറ്റാത്തതാണ് കൂടുതൽ ഇലാസ്റ്റിക്. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി എന്നാൽ എന്താണ്? വസ്തുക്കളെ ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ വസ്തുക്കളെ നമുക്ക് ബലം പ്രയോഗിച്ച് അവയുടെ ഷേപ്പ് വ്യത്യാസപ്പെടുത്താൻ പറ്റും. അവയുടെ അളവുകൾ, നീളം വർദ്ധിപ്പിക്കാനും നീളം ചുരുക്കാനും ഒക്കെ സാധിക്കും. ഖരവസ്തുക്കളുടെ കാര്യമാണ് പറയുന്നത്. ഖരവസ്തുക്കളുടെ ഷേപ്പിൽ വ്യത്യാസം വരുത്താം. പിടിച്ച് ബലം പ്രയോഗിച്ച് ഖരവസ്തുക്കളുടെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഖരവസ്തുക്കളെ പിടിച്ച് വലിച്ച് നീട്ടാനോ അല്ലെങ്കിൽ ചുരുക്കാനോ ഒക്കെ സാധിക്കും. ഇനി ദ്രാവകങ്ങളാണെങ്കിൽ മർദ്ദം പ്രയോഗിച്ച് അവയുടെ വ്യാപ്തത്തിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും. നേരത്തെ ഖരവസ്തുക്കളുടെ കേസിൽ പറഞ്ഞ കാര്യത്തിലും വലിച്ചു നീട്ടുമ്പോൾ വ്യാപ്തത്തിൽ വ്യത്യാസം വരും. ഇനി വാതകങ്ങൾ, കണ്ടെയ്നർ ഫിക്സ്ഡ് വോള്യൂം കണ്ടെയ്നർ അല്ലെങ്കിൽ റിജിഡ് അല്ലെങ്കിൽ മർദ്ദം പ്രയോഗിച്ച് നമുക്ക് അവയുടെ വ്യാപ്തത്തിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഈ രീതിയിൽ വസ്തുക്കളുടെ ആകൃതിയും അളവുകളും വ്യത്യാസം വരുത്താൻ ബലം പ്രയോഗിച്ച് സാധിക്കും. എന്നാൽ ചില വസ്തുക്കൾ, മിക്കവാറും വസ്തുക്കൾ, ആ ബലം നമ്മൾ ആകൃതിയിൽ വ്യത്യാസം വരുത്താനും അളവ് മാറ്റം വരുത്താനും ഒക്കെ വേണ്ടി പ്രയോഗിച്ച ബലം എടുത്തു മാറ്റുമ്പോൾ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ ആ വസ്തുക്കൾ അവയുടെ പൂർവ്വസ്ഥിതിയിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നു. ഒരു റബ്ബർ ബാൻഡിനെ വലിച്ചു പിടിച്ചാൽ അത് വലിഞ്ഞു നിൽക്കും, പക്ഷെ വിട്ടു കഴിയുമ്പോൾ അതിന്റെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകും. ഒരു സ്റ്റീലിനെ വളച്ചാൽ അത് വളഞ്ഞു നിൽക്കും, പക്ഷെ അത് വിട്ടു കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകും. ഇങ്ങനെ ബാഹ്യബലങ്ങൾ നീക്കം ചെയ്യുമ്പോൾ വസ്തുക്കൾ അതിന്റെ യഥാർത്ഥ ആകൃതിയിലേക്കോ വലുപ്പത്തിലേക്കോ തിരിച്ചു പോകാനുള്ള കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. രൂപമാറ്റം വരുത്താനും
അളവ് വ്യത്യാസപ്പെടുത്താനും വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന ബാഹ്യബലം എടുത്തു കളഞ്ഞാൽ, ബാഹ്യബലം ഒഴിവാക്കിയാൽ വസ്തുക്കൾ അവയുടെ പൂർവസ്ഥിതിയിലേക്ക്, പഴയ അവസ്ഥയിലേക്ക്, പഴയ രൂപത്തിലേക്കും ഭാവത്തിലേക്കും അവയുടെ ആകൃതിയിലേക്കും പഴയ അളവിലേക്കും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങൾക്ക്, മരത്തിന്, കോൺക്രീറ്റിനൊക്കെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. കോൺക്രീറ്റിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. കോൺക്രീറ്റ് ഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു പോകാനുള്ള എബിലിറ്റിയാണ്. അപ്പൊ ആ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു പോകാനുള്ള എബിലിറ്റി കൂടുതലുള്ള വസ്തുക്കളെ ഡീഫോർമേഷൻ വരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. എളുപ്പത്തിൽ രൂപമാറ്റം വരുത്താൻ സാധിക്കില്ല. കാരണം രൂപമാറ്റം വരുത്തി തുടങ്ങുമ്പോഴേക്ക് അതിനെ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ബലങ്ങളും അവിടെ അതിനുള്ളില് ഉണ്ടാകുന്നുണ്ട്. ഒരു വസ്തുവിനെ വലിച്ചു നീട്ടി തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ളിൽ അതിനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ബലങ്ങളും അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ ബലം വളരെ ശക്തമാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനേക്കാൾ ശക്തമായ ബലമാണ് ഇതിനെ റീസ്റ്റോറിങ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തി കൂടുതലാണെങ്കിൽ നമ്മൾ വളരെയധികം പണിപ്പെടേണ്ടി വരും. വെരി ഹൈ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഒരു ഡീഫോർമേഷൻ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അത് മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ മെറ്റീരിയൽ ഒരുപോലെയല്ല. ചില മെറ്റീരിയൽസിൽ ഇന്റർമോളിക്കുലാർ അല്ലെങ്കിൽ ഇന്റർ അറ്റോമിക് ഫോഴ്സസിന്റെയും സ്ട്രക്ചറിന്റെയും ഒക്കെ കാരണമായിട്ടാണ് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഉണ്ടാകുന്നത്. ഇലാസ്റ്റിസിറ്റിയുടെ രണ്ട് തരം ഇലാസ്റ്റിക് മെറ്റീരിയൽസ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. 100% കംപ്ലീറ്റ് ഇലാസ്റ്റിക് എന്നൊരു മെറ്റീരിയൽ ഇല്ല. എന്നാലും അതിനടുത്ത് എത്തുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്, ഏതാണ്ട് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയാവുന്ന. ആ മെറ്റീരിയൽസിന്റെ പ്രത്യേകത രൂപമാറ്റം വരുത്തുന്ന ബലങ്ങൾ നീക്കം ചെയ്യുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് പൂർണ്ണമായും തിരിച്ചു വരുന്നു എന്നതാണ്. അങ്ങനെ പൂർണ്ണമായും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. ക്വാർട്സ് ഫൈബർ ഇതിന്റെ ഒരു ഏറ്റവും അടുത്ത ഉദാഹരണമാണ്. കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്കിന്റെ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണ് ക്വാർട്സ് ഫൈബർ, കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. അതുപോലെ മറ്റൊരു രണ്ടാമത്തെ ടൈപ്പ് മെറ്റീരിയൽ ആണ് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ രൂപമാറ്റം വരുത്തുന്ന ബലങ്ങൾ നീക്കം ചെയ്താലും അത് പൂർവസ്ഥിതിയിലേക്ക് ഒരു തരത്തിലും അല്പം പോലും തിരിച്ചു പോകില്ല. അത് രൂപമാറ്റം വരുത്തിയാൽ ആ മാറ്റം വന്ന അവസ്ഥയിൽ തന്നെ തുടരും. ആ പുതിയ രൂപം നിലനിർത്തും. പുട്ടി, പെയിന്റിങ്ങിനൊക്കെ മുമ്പ് ചുമരിലൊക്കെ ഉപയോഗിക്കുന്ന പുട്ടി ഇതിനൊരു ഏറ്റവും അടുത്ത ഉദാഹരണം. ഏത് രൂപത്തിലാണോ തേച്ചു വെക്കുന്നത് ആ രൂപത്തിൽ തന്നെ അത് നിലനിൽക്കും. അതൊരിക്കലും അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കില്ല, അല്പം പോലും ശ്രമം നടത്തില്ല. അത്തരം മെറ്റീരിയൽസ് ആണ് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക്കും കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്കും രണ്ട് എക്സ്ട്രീം എൻഡുകളാണ്. ഒന്ന് 100% ഇലാസ്റ്റിക്, രൂപമാറ്റം വരുത്തുന്ന ബലങ്ങൾ നീക്കം ചെയ്താൽ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് 100% തിരിച്ചു. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും തിരിച്ചു പോക്കില്ല. പുതിയ രൂപം എന്താണോ അത് പൂർണ്ണമായും നിലനിർത്തും. എന്നാൽ പൊതുവെ മെറ്റീരിയൽസ് ഈ രണ്ട് ഗണത്തിലും പെടുന്നവയല്ല. വളരെ അപൂർവം മെറ്റീരിയൽസ് മാത്രമേ ഈ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് എന്നോ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് എന്നോ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പൊതുവെ മെറ്റീരിയൽസ് ഇതിന്റെ ഇടയിലാണ്, ഇൻ ബിറ്റ്വീൻ, ഈ രണ്ട് എക്സ്ട്രീം എൻഡുകൾക്കും ഇടയിലാണ് നിലകൊള്ളുന്നത്. മോർ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. സ്റ്റീല് പോലുള്ള ലോഹങ്ങളൊക്കെ, ക്വാർട്സ്, സ്റ്റീൽ പോലുള്ള ലോഹങ്ങൾ ഒക്കെ മോർ ഇലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ന് നമ്മൾ പൊതുവെ സാധാരണ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഏതാണ്ട് പ്ലാസ്റ്റിക്, അതിന്റെ നേച്ചർ പ്ലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലാണോ മാറ്റിയിട്ടുള്ളത് ആ രൂപത്തിൽ അത് നിലനിൽക്കും.
അതിനെ രൂപമാറ്റം വരുത്താൻ എളുപ്പവുമാണ്. ഇലാസ്റ്റിക് ആയിട്ടുള്ള മോർ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽസിനെ രൂപമാറ്റം വരുത്താനാണ് ബുദ്ധിമുട്ട്. കാരണം അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകാനുള്ള എബിലിറ്റി അതിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു രൂപമാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി. സ്ട്രെസ്, ഇലാസ്റ്റിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഇലാസ്റ്റിസിറ്റി പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്വാണ്ടിറ്റികളാണ് പരിചയപ്പെടേണ്ടത്. അതിലൊന്നാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡീഫോർമേഷൻ വരുത്താൻ വേണ്ടി, ബലം പ്രയോഗിച്ച് രൂപമാറ്റം വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി, നീളം കൂട്ടാൻ വേണ്ടി, വോള്യം വ്യത്യാസപ്പെടുത്താനൊക്കെ വേണ്ടി ബലം പ്രയോഗിക്കും. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ലോഹ ദണ്ഡിനെ വലിച്ചു നീട്ടുകയാണ്. അപ്പോ ഈ വ്യക്തി പ്രയോഗിക്കുന്ന ബലം അത് ഡീഫോമിംഗ് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വ്യക്തി ആ ദണ്ഡിനെ വലിച്ചു നീട്ടാൻ വേണ്ടി പ്രയോഗിക്കുന്ന ബലം ഡീഫോർമേഷൻ ഫോഴ്സ് ആണ്. പക്ഷെ അയാൾ വലിച്ചു നീട്ടാൻ വേണ്ടി ബലം പ്രയോഗിക്കുമ്പോൾ ഈ ദണ്ഡിനകത്തുള്ള ഓരോ ക്രോസ് സെക്ഷനിലും ആ വസ്തുവിനെ തിരികെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇന്റേണൽ ഫോഴ്സ് ഉണ്ടായി വരുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്റേണൽ ഫോഴ്സ്, അതിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അഥവാ ഡീഫോർമേഷൻ വരുത്തിയ ഒബ്ജക്റ്റിനെ, ഡീഫോർമേഷൻ വന്ന ആകൃതിയിലോ അളവിലോ വ്യത്യാസം വന്ന വസ്തുവിനെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ബലം, ഒരു ഇന്റേണൽ ഫോഴ്സ് അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത്. ആ ഇന്റേണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഫോഴ്സ് ചെലുത്തേണ്ടി വരുന്നത്. അപ്പൊ ഈ വലിച്ചു നീട്ടുമ്പോ ഈ പുറമേ നിന്ന് പ്രയോഗിക്കുന്ന ബലം ഡിഫോർമേഷൻ ബലമാണ്. ആ ഡിഫോർമേഷൻ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ബലം അതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ വസ്തുക്കളെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിനെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയും. ഇങ്ങനെ ഓരോ ക്രോസ് സെക്ഷനിലും ഡിഫോമിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതിനുള്ളിൽ. അപ്പൊ ആ ഡിഫോമിംഗ് ഫോഴ്സ് അല്ല, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുറമേന്ന് പ്രയോഗിക്കപ്പെടുന്ന ബലമാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ഉള്ളിൽ ഉണ്ടാകുന്ന പുനഃസ്ഥാപന ബലം. വസ്തുവിനെ അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക്, പഴയ ആകൃതിയിലേക്ക്, പഴയ ഷേപ്പിലേക്ക്, പഴയ അളവിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇന്റേണൽ ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ക്രോസ് സെക്ഷന്, ഇങ്ങനെ ഒരു വയറിനെ, ദണ്ഡിനെ വലിച്ചു നീട്ടുമ്പോൾ ഈ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പൊ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ അനുഭവപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ സ്ട്രെസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. യൂസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ കേസിൽ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അത് ബലം ഡിവൈഡഡ് ബൈ വിസ്തീർണം, അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഒരു വസ്തുവിൽ രൂപമാറ്റം വരുത്തുന്ന ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൽ ഉണ്ടാകുന്ന പ്രതിരോധ ബലത്തിന്റെ അളവിനെയാണ് സ്ട്രെസ് അഥവാ സമ്മർദ്ദം എന്ന് പറയുന്നത്. പ്രതിരോധ ബലം, റീസ്റ്റോറിംഗ് ഫോഴ്സ്, റിയാക്ഷൻ ഫോഴ്സ്. പ്രതിരോധ ബലം, യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന പ്രതിരോധ ബലത്തെ, റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ ന്യൂട്ടൺ, വിസ്തീർണത്തിന്റെ മീറ്റർ സ്ക്വയർ. അപ്പൊ സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ പാസ്കൽ എന്നും വിളിക്കും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് പാസ്കൽ.
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പാസ്കൽ. ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്, ml⁻⁻1 T⁻². അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നതിനെയാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡീഫോർമേഷൻ നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഡീഫോർമേഷൻ ഇപ്പൊ വലിച്ചു നീട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ വലിച്ചു നീട്ടുന്നതിന്റെ ഫലമായിട്ട് ഉള്ളിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാ. യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഡീഫോർമേഷന്റെ അളവിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന ഡീഫോർമേഷന്റെ അളവിനെയാണ് സ്ട്രെയിൻ എന്ന് പറയാം. ഡീഫോർമേഷന്റെ അളവാണ് സ്ട്രെയിൻ. ഡീഫോർമേഷന്റെ അളവിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഒരു വസ്തുവിന്റെ ഏതെങ്കിലും അളവിലുണ്ടാകുന്ന മാറ്റത്തിന്റെയും, അത് ഒരു ഫ്രാക്ഷണൽ മെഷർമെന്റ്, ഡയറക്റ്റ് ഇപ്പൊ വലിച്ചു നീട്ടുമ്പോൾ നീളം കൂടി, എത്ര നീളം കൂടി എന്നതിനെയല്ല സ്ട്രെയിൻ എന്ന് പറയാം. മറിച്ച് യൂണിറ്റ് നീളത്തിന് എന്ത് വ്യത്യാസം വന്നു, ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയാം. അപ്പൊ യൂണിറ്റ് ലെങ്ത്തിന് എത്ര ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ആനുപാതികമായിട്ടുള്ള ഇൻക്രീസിനെയാണ്, ചേഞ്ചിന് ആനുപാതികമായ മാറ്റത്തെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഡിഫോമിംഗ് ഫോഴ്സ് ബാഹ്യബലം പ്രയോഗിക്കുമ്പോൾ സ്ട്രെയിൻ ആണ് ഉണ്ടാകുന്നത്. സ്ട്രെയിൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പൊ എഫക്റ്റ് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്, കാരണം എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. ഇവിടെ ഒരു സ്റ്റീൽ വയർ, ഒരു മെറ്റാലിക് വയർ, ഇതൊരു മെറ്റാലിക് വയറാണ്. ഈ മെറ്റാലിക് വയറിന്റെ ഒരറ്റം ഫിക്സ് ചെയ്തിരിക്കുന്നു, രണ്ടാമത്തെ അറ്റത്ത് വലിയൊരു ഭാരം തൂക്കിയിട്ടിരിക്കുന്നു. ഈ മെറ്റാലിക് വയറിന്റെ ലെങ്ത്തിൽ ഇലോങ്ങേഷൻ ഉണ്ടാകും. ആ ഇലോങ്ങേഷൻ ബൈ ഒറിജിനൽ ലെങ്ത്, അതിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അളവിലുണ്ടാകുന്ന മാറ്റം ഡിവൈഡഡ് ബൈ യഥാർത്ഥ അളവ്, അതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഏതെങ്കിലും അളവിലുണ്ടാകുന്ന മാറ്റത്തിന്റെയും യഥാർത്ഥ അളവിന്റെയും അനുപാതമാണ് സ്ട്രെയിൻ. ഒരു വസ്തുവിന്റെ ഏതെങ്കിലും അളവിലുണ്ടാകുന്ന മാറ്റത്തിന്റെയും യഥാർത്ഥ അളവിന്റെയും അനുപാതമാണ് സ്ട്രെയിൻ. അഥവാ ലെങ്തിലുണ്ടായ മാറ്റം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, ഡെൽറ്റ എൽ ബൈ എൽ. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോള്യം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യം. ചേഞ്ച് ഇൻ വോള്യം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യം. വ്യാപ്തത്തിലുണ്ടാകുന്ന മാറ്റം, അതൊരു ആനുപാതികമായി പറയുന്നതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയാം. യൂണിറ്റ് വോള്യത്തിൽ എന്ത് വോള്യം ചേഞ്ച് ഉണ്ടായി, ഡെൽറ്റ വി ബൈ വി. യൂണിറ്റ് ലെങ്ത്തിൽ എന്ത് ഇലോങ്ങേഷൻ ഉണ്ടായി,
ഡെൽറ്റ എൽ ബൈ എൽ. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതിനെ ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കും. ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യത്തെ വോള്യം സ്ട്രെയിൻ എന്ന് പറയുന്നു. മൂന്നാമതൊരു സ്ട്രെയിൻ ഉള്ളത് ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. അത് ആകൃതിയിൽ ഉണ്ടാകുന്ന രൂപമാറ്റം, അളവിൽ വ്യത്യാസം ഉണ്ടാവില്ല, മറിച്ച് ഷേപ്പിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവൂ. അളവിൽ വ്യത്യാസം ഉണ്ടാകില്ല, മറിച്ച് ഷേപ്പിൽ മാത്രം വ്യത്യാസം വരുന്ന തരത്തിലുള്ള ഡീഫോർമേഷനുമായി ബന്ധപ്പെട്ട സ്ട്രെയിനെയാണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വിളിക്കുക. ഷിയറിംഗ് സ്ട്രെയിൻ ഒരു ആംഗിളിന്റെ രൂപത്തിലാണ് നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യുക. ഷിയറിംഗ് സ്ട്രെയിന് കോണളവിലാണ് റെപ്രസെന്റ് ചെയ്യുക. അത് നമുക്ക് ഷിയർ മോഡുലസ് പറയുമ്പോൾ വ്യക്തമായിട്ട് അത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോ സ്ട്രെയിൻ എന്താണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവില് ബാഹ്യബലം പ്രയോഗിച്ച് ഒരു വസ്തുവില് ഡീഫോർമേഷൻ നടത്തുമ്പോൾ, ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ച് അതിന്റെ രൂപത്തിലോ അളവിലോ വ്യത്യാസം വരുത്തുമ്പോൾ ആ അളവിലുണ്ടാകുന്ന വ്യത്യാസത്തിന്റെ ഒരു ആനുപാതികമായ അളവാണ്, ആനുപാതികമായ മെഷർമെന്റ് ആണ് സ്ട്രെയിൻ. അതായത് യൂണിറ്റ് അളവിൽ എന്ത് മാറ്റമുണ്ടായി, യൂണിറ്റ് വോള്യത്തിൽ എത്ര വോള്യം ചേഞ്ച് ഉണ്ടായി എന്നതിനെ വോള്യം സ്ട്രെയിൻ എന്നും, യൂണിറ്റ് ലെങ്ത്തിന് എത്ര ഇലോങ്ങേഷൻ ഉണ്ടായി എന്നതിനെ ലീനിയർ സ്ട്രെയിൻ എന്നും പറയും. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഏതെങ്കിലും അളവിലുണ്ടാകുന്ന മാറ്റത്തിന്റെയും യഥാർത്ഥ അളവിന്റെയും അനുപാതമാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് കർവ്, സ്ട്രെയിൻ കർവ്, സ്ട്രെയിൻ കർവ്. സ്ട്രെസ്സിനെ y ആക്സിസിലും സ്ട്രെയിനിനെ x ആക്സിസിലും പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന കർവിനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബലം പ്രയോഗിക്കുമ്പോൾ ഡീഫോർമേഷൻ ഉണ്ടാകും അഥവാ സ്ട്രെയിൻ ഉണ്ടാകും. സ്ട്രെയിൻ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഉള്ളില് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന് പെർ യൂണിറ്റ് ഏരിയയാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അഥവാ സ്ട്രെയിൻ കാരണമായിട്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. സ്ട്രെയിന് കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ്സും കൂടുമല്ലോ. സ്ട്രെയിനിന് ആനുപാതികമായി, അത് ചിലപ്പോൾ നേരനുപാതത്തിലാകാം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടായിരിക്കാം, സ്ട്രെയിനിന് ആനുപാതികമായി സ്ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ സ്ട്രെയിനിനനുസരിച്ച് സ്ട്രെസ് എങ്ങനെയാണ് മാറുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം, തുടക്കത്തിൽ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. O മുതൽ A വരെ, O മുതൽ A വരെ, അതായത് O അല്ല, 0 മുതൽ O തന്നെ 0 എന്നുള്ള പോയിന്റ്, O മുതൽ A വരെ കണ്ടില്ലേ, A വരെ സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രെസ്സും നേർ അനുപാതത്തിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുക. അപ്പൊ O മുതൽ A വരെ സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതത്തിലാണ്. സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതത്തിലാണ്. അപ്പൊ A എന്ന പോയിന്റ് ആണ് ഇതിന്റെ പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലെ പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ് A എന്ന പോയിന്റ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലെ പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ് A എന്ന പോയിന്റ്. O മുതൽ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്താൽ സ്ട്രെസ്സും ആനുപാതികമായി നേരനുപാതത്തിൽ ഇൻക്രീസ് ചെയ്യുന്നു. വലിച്ചു നീട്ടുന്നതിനനുസരിച്ച് ആ സ്റ്റീലിന്റെ ഉള്ളിൽ കൂടുതൽ ഫോഴ്സ്, ആനുപാതികമായി കൂടുതൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ് സ്ട്രെസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ O മുതൽ A വരെ സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതത്തിലാണ്.
സ്ട്രെസ് സ്ട്രെയിനിന് ആനുപാതികമാണ്, നേർ അനുപാതത്തിലാണ്. സ്ട്രെയിന് കൂടുന്നതിനനുസരിച്ച്, ഡീഫോർമേഷൻ കൂടുന്നതിനനുസരിച്ച്, വലിച്ചു നീട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എ എന്ന പോയിന്റ് ഈ ഗ്രാഫിന്റെ മെറ്റീരിയലിന്റെ പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ്. എ മറികടന്നു പോയി സ്ട്രെയിന് ഒന്നുകൂടെ വലിച്ചു നീട്ടിയാൽ ബി എന്ന പോയിന്റിലേക്ക് എത്തും. അപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, സ്ട്രെയിന് ഇൻക്രീസ് ചെയ്തു. പക്ഷെ ബി എന്ന പോയിന്റ് വരെ, ബി എന്ന പോയിന്റ്, അപ്പൊ ഒ എന്ന പോയിന്റ്, ഒ മുതൽ എ വരെ എന്താണ് പറഞ്ഞത്? ഒ മുതൽ എ വരെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ ആണ്. വലിച്ചു നീട്ടുമ്പോൾ എന്ത് ചെയ്യും? സ്ട്രെസ് വലിച്ചു നീട്ടുന്നതിനനുസരിച്ച് കൂടുതൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആനുപാതികമായി നേരനുപാതത്തിൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും, അല്ലെ? സ്ട്രെയിൻ അങ്ങോട്ട് ഡിഫോമിംഗ് ഫോഴ്സ് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ, നമ്മൾ വലിച്ചു നീട്ടുന്നത് നിർത്തി കഴിഞ്ഞാൽ അത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു പോരുകയും ചെയ്യും. വിത്തിൻ ദ പ്രപ്പോർഷണൽ ലിമിറ്റ് അത് ഓക്കെയാണ്. ഇനി പ്രപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വലിച്ചു നീട്ടി ബി എന്ന പോയിന്റ് വരെ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ്, ബാഹ്യബലം ഒഴിവാക്കിയാൽ ആ മെറ്റീരിയൽ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോരും. പക്ഷെ എ മുതൽ ബി വരെ പ്രപ്പോർഷണൽ ആയിട്ടുള്ള സ്ട്രെസ് ഇൻക്രീസ് ഇല്ല. എ വരെ സ്ട്രെയിനിന് പ്രപ്പോർഷണൽ ആയിട്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ എ കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിനിന് പ്രപ്പോർഷണൽ ആയിട്ട് സ്ട്രെസ്, ഡിഫോമിംഗ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നില്ല. സ്ട്രെയിനിന് പ്രപ്പോർഷണൽ ആയിട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നില്ല എന്നേ അർത്ഥമുള്ളൂ എ മുതൽ ബി വരെ. പക്ഷെ അതിനുള്ളിൽ എവിടെ വെച്ച് അതിനുള്ളിൽ, അതായത് ബി വരെ, ഒ മുതൽ ബി വരെയുള്ള പോയിന്റിൽ എവിടെ വെച്ച് നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാലും, കൈയെടുത്തു കഴിഞ്ഞാലും അത് ആ മെറ്റീരിയൽ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും. എന്നാൽ ബി, അപ്പൊ അതുകൊണ്ട് ബി യെ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. കാരണം ബി വരെ ഇലാസ്തികതയുടെ പരിധിയാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്തികതയുടെ പരിധിയാണ് ബി. ബി വരെ ഇലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. എന്താ ഇലാസ്റ്റിക്? പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരും. എന്നാൽ ബിയും കഴിഞ്ഞ് വീണ്ടും നമ്മൾ വലിച്ചു നീട്ടിയാൽ നോക്കൂ, ബി, എ കഴിഞ്ഞാൽ പിന്നെ കർവാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല ഗ്രാഫ്. എ കഴിഞ്ഞാൽ പിന്നെ സി വരെ, സിയിലൊക്കെ കർവാണ്. അതായത് നേരനുപാതത്തിലല്ല സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്ട്രെയിന് വീണ്ടും നമ്മൾ വലിച്ചു നീട്ടാണ്. ബിയും കഴിഞ്ഞ്, ഇലാസ്റ്റിക് ലിമിറ്റും കഴിഞ്ഞ് വലിച്ചു നീട്ടാണ്. ബിയും കഴിഞ്ഞു, സിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും വലിച്ചു നീട്ടി. അപ്പൊ ഉണ്ടാകുന്ന സ്ട്രെസ് പ്രപ്പോർഷണൽ അല്ല. സ്ട്രെസ് ഒക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു കർവാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല. സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ സി എന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടാലും അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരില്ല. ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ ആ മെറ്റീരിയൽ പൂർവ്വസ്ഥിതിയിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല. അവിടെ അല്പം ഡീഫോർമേഷൻ ബാക്കിയുണ്ടാകും എന്നർത്ഥം. ഡീഫോർമേഷൻ ബാക്കിയാവും, ഈൽഡ് ഉണ്ടാവും. ഈൽഡ് എന്ന വിളവ് എന്നാണ് പറയാ. വിളവ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടിയതിന്റെ എഫക്റ്റ് അവിടെ ബാക്കിയാവും. വലിച്ചു നീട്ടിയത്, ആ നീളം കൂടിയതുണ്ടല്ലോ, ആ കൂടിയത് അവിടെ ബാക്കി ഉണ്ടാവും, നിലനിൽക്കും, ഈൽഡ് ഉണ്ടാവും. അപ്പൊ ഈൽഡ് പോയിന്റ് എന്ന് പറയും. സി ആണ് ഈൽഡ് പോയിന്റ്. സി മുതൽ അങ്ങോട്ട്, പിന്നീട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നതിനനുസരിച്ച് ആ ഈൽഡ് നിലനിൽക്കും. ഈൽഡിങ് റീജിയൻ എന്ന് പറയും. അവിടെ നിന്ന് അങ്ങോട്ട് ഈൽഡ് പോയിന്റ് തന്നെ അപ്പർ പോയിന്റ്, ലോവർ പോയിന്റ് ഉണ്ട്. അപ്പർ പോയിന്റ് ആണ് സി. പിന്നീട് വീണ്ടും വലിച്ചു നീട്ടിയാൽ ഈൽഡ് പോയിന്റിന്റെ ലോവർ പോയിന്റിലെത്തും. പിന്നെ വീണ്ടും വലിച്ചു നീട്ടിയാൽ വലിച്ചു നീട്ടുന്നതിനനുസരിച്ച് ഡി എന്ന പോയിന്റിൽ നിന്ന് വീണ്ടും സ്ട്രെസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സ്ട്രെയിന് കൂടുന്നതിനനുസരിച്ച്. പക്ഷെ ഇ എന്ന പോയിന്റിലെത്തും. വീണ്ടും വലിച്ചു നീട്ടിയാൽ പൊട്ടിപ്പോകും. ഇ എന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്നൊരു പോയിന്റ് ഉണ്ട്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ പൊട്ടിപ്പോകാതെ എത്രത്തോളം ബലം പ്രയോഗിക്കാം, എത്രത്തോളം ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിനെയാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയാം. ഇതിനപ്പുറം ഫോഴ്സ് കൊടുത്താൽ പൊട്ടിപ്പോകാത്ത രീതിയിൽ പരമാവധി എത്ര ഫോഴ്സ്,
എത്ര കൊടുക്കാൻ പറ്റും എന്നതിനെയാണ് ടെൻസൈൽ സ്ട്രെങ്ത്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവിടുന്ന് വീണ്ടും ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ പെട്ടെന്ന് പൊട്ടൂല, പക്ഷെ കുറച്ചു നേരം ഒരു നെക്ക് ഫോം ചെയ്യും. നെക്ക് വണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു നെക്ക് ഫോം ചെയ്യും. എന്നിട്ട് എഫ് എന്നുള്ള പോയിന്റിൽ എത്തുമ്പോഴാണ് ഫ്രാക്ചർ അഥവാ ബ്രേക്കേജ് സംഭവിക്കുക. പക്ഷെ ഇവിടെ ഇയിൽ തന്നെ ആ ബ്രേക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രേക്കേജ് തുടങ്ങി എന്നാണല്ലോ അർത്ഥം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഡിഫോർമേഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിനിന്റെയും സ്ട്രെസ്സിന്റെയും ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇതിന് O മുതൽ A വരെ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതുകൊണ്ട് എ എന്ന പോയിന്റിനെയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. എ എന്ന പോയിന്റിനെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് അഥവാ ആനുപാതികതയുടെ പരിധി എന്ന് പറയും. ഈ പോയിന്റ് വരെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എ എന്ന പോയിന്റ് വരെ സ്ട്രെസ് സ്ട്രെയിനിന് നേരനുപാതത്തിലാണ്. ഇവിടെ ഹുക്സ് നിയമം ബാധകമാണെന്നർത്ഥം. ഹുക്സ് നിയമം എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. അപ്പോ ശരിക്കത് ഇലാസ്റ്റിക് എന്താണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ചില മെറ്റീരിയൽസിന് ഇലാസ്റ്റിക് ലിമിറ്റിന് തുല്യമായിരിക്കും. പ്രൊപ്പോർഷണൽ ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റും ഒന്ന് തന്നെ ആയിരിക്കും. ചില മെറ്റീരിയൽസിന് ചെറിയ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഇവിടെ 2 പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പൊതുവെ ജനറലൈസ് ചെയ്ത് ഹുക്സ് ലോ ഒക്കെ പറയുമ്പോൾ ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നുള്ള സംഭവം എവിടെയും പറയാറില്ല, ഇലാസ്റ്റിക് ലിമിറ്റ് എന്നേ പറയാറുള്ളൂ. കാരണം പല മെറ്റീരിയൽസിന് ഇലാസ്റ്റിക് ലിമിറ്റ് തന്നെയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അപ്പൊ അതുകൊണ്ട് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് ഹുക്സ് ലോ നമ്മൾ പ്രതിപാദിക്കാറുള്ളത്. ഇലാസ്റ്റിക് ലിമിറ്റ് ബി, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് വരെ, ആ പോയിന്റ് വരെ ബലം മാറ്റിക്കഴിഞ്ഞാൽ, ഡിഫോമിംഗ് ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ, ആ വസ്തു അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകും, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതുവരെ ഇലാസ്റ്റിക് ആയിട്ട് തന്നെ അത് പ്രവർത്തിക്കും. ഇനി ഈൽഡ് പോയിന്റ് ഉണ്ട്, സി എന്ന പോയിന്റ് ഈൽഡ് പോയിന്റ് ആണ്. ഈൽഡ് പോയിന്റിന്റെ പ്രത്യേകത എവിടെ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല, സ്ട്രെയിന് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് ഒരു കർവ് രൂപത്തിലേക്ക് വന്നത്. സ്ട്രെയിന് കൂടുതലാണ്. സ്ട്രെസ്സിൽ വളരെ ചെറിയ മാറ്റമേ ഉണ്ടാവുന്നുള്ളൂ. ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ സ്ട്രെസ്സിൽ വളരെ ചെറിയ മാറ്റമേ ഉള്ളൂ, പക്ഷെ സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ സ്ട്രെയിന് കൂടുതൽ നീളും ഈൽഡ് പോയിന്റ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞ ബലം, നേരത്തെ കൊടുത്തിരുന്ന ഇത്ര ബലം കൊടുക്കണ്ട, പെട്ടെന്ന് നീളുന്നതായിട്ട് കാണാം. തുടക്കത്തിലൊക്കെ നല്ലോണം ബലം കൊടുത്താലേ നീളുള്ളൂ. പക്ഷെ ഈൽഡ് പോയിന്റ് എത്തിയാൽ പിന്നെ പെട്ടെന്ന് നീളും. ആ നീളുന്നത് അവിടെ പിന്നെ നമ്മള് അങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് റിമൂവ് ചെയ്താലും നമ്മൾ കൈയെടുത്താലും അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല, പൂർണ്ണമായും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല. അപ്പൊ ഒരു ഈൽഡ് ബാക്കി ഉണ്ടാവും. ഓക്കെ, അതിനാണ് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ ഹുക്സ് നിയമം, ഹുക്സ് ലോ നമ്മൾ ഇതിനിടയിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഹുക്സ് ലോ ഇലാസ്റ്റിസിറ്റിയിൽ ഹുക്സ് ലോ വളരെ പ്രധാനമാണ്. എന്താണ് ഹുക്സ് ലോ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇലാസ്റ്റിക് പരിധിക്കുള്ളിൽ സ്ട്രെസ് സ്ട്രെയിനിന് നേർ അനുപാതികമാണ്. അഥവാ സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ, സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹുക്സ് ലോ എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ.
ഇലാസ്റ്റിക് പരിധിക്കുള്ളിൽ സ്ട്രെസ്സും സ്ട്രെയിനും നേർ അനുപാതത്തിലാണ്. ഡീഫോർമേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ട്രെയിന് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി റീസ്റ്റോറിംഗ് ഫോഴ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. ഇവിടെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ട്രെസ് ബൈ സ്ട്രെയിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ഇലാസ്റ്റിക് മോഡുലസ് എന്താണ്? ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് മോഡുലസ് അല്ലെ. ഇത് കൂടുതലാണെന്ന് പറഞ്ഞാൽ സ്ട്രെസ് കൂടുതലാണെന്ന് അർത്ഥം. ന്യൂമറേറ്റർ കൂടുമ്പോഴല്ലേ ഇത് കൂടുതൽ ഉണ്ടാവുക. സ്ട്രെസ് കൂടുതലാണ്, സ്ട്രെയിൻ കുറവാണെങ്കിലും അഥവാ കുറഞ്ഞ ഡിഫോർമേഷൻ വരുത്തിയാൽ തന്നെ കൂടുതൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. അപ്പൊ ഇന്റേണൽ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. കുറഞ്ഞ ഡിഫോർമേഷൻ ഉണ്ടാകുമ്പോഴേക്കും വെരി ഹൈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും എന്നർത്ഥം. അഥവാ ആ വസ്തുവിനെ ഡിഫോം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നർത്ഥം. അപ്പൊ രൂപമാറ്റം വരുത്താൻ അല്ലെങ്കിൽ ആകൃതി അളവിൽ വ്യത്യാസം വരുത്താൻ എത്രത്തോളം ഒരു മെറ്റീരിയൽ ഒരു വസ്തുവിനെ വികൃതമാക്കാൻ എത്രത്തോളം പ്രയാസമാണ് എന്നതിന്റെ അളവാണ് ഇലാസ്റ്റിക് മോഡുലസ്. സ്ട്രെയിന് പലതരമുണ്ട്. 3 തരം സ്ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ 3 തരം ഇലാസ്റ്റിക് മോഡുലൈകളും ഉണ്ട്. 3 തരം ഇലാസ്റ്റിക് മോഡുലൈ ഉണ്ട്. ഒന്ന് യങ്സ് മോഡുലസ്. എന്താണ് യങ്സ് മോഡുലസ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് യങ്സ് മോഡുലസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് യങ്സ് മോഡുലസ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ കണ്ട ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ഒരു സ്റ്റീൽ വയറിന്റെ അറ്റത്തൊരു വലിയ മാസ് തൂക്കിയിട്ടിരിക്കുന്നതായിട്ട്. ഈ മാസിന്റെ എഫക്റ്റ്, അതിന്റെ ഭാരം കാരണം, mg എന്ന ഭാരം കാരണം ഈ വയറിന്റെ നീളത്തില് വ്യത്യാസം വരും. ഒറിജിനൽ ലെങ്ത് L ആണെങ്കിൽ അതിന്റെ ലെങ്ത് ഡെൽറ്റ L ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരു വസ്തുവിന്റെ നീളത്തിൽ ഉണ്ടാകുന്ന വർധനവ്, ഇതൊക്കെ ഖരവസ്തുക്കൾക്കേ ഉള്ളൂ. യങ്സ് മോഡുലസ് ഖരവസ്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ. യങ്സ് മോഡുലസും അതുപോലെ റിജിഡിറ്റി മോഡുലസും അല്ലെങ്കിൽ ഷിയർ മോഡുലസും. ഷിയർ മോഡുലസിനെയാണ് റിജിഡിറ്റി മോഡുലസ് എന്ന് വിളിക്കുക. യങ്സ് മോഡുലസ് ഖരവസ്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ യങ്സ് മോഡുലസ് ദ്രാവകങ്ങളെ വലിച്ചു നീട്ടാൻ പറ്റൂല, വാതകങ്ങളെയും വലിച്ചു നീട്ടാൻ പറ്റൂല. യങ്സ് മോഡുലസ് ഖരവസ്തുക്കൾക്കാണുള്ളത്. ഖരവസ്തുക്കളെ വലിച്ചു നീട്ടുമ്പോൾ നീളം വർദ്ധിക്കും. അതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഡെൽറ്റ ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഡെൽറ്റ L ബൈ L ലീനിയർ സ്ട്രെയിൻ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഡെൽറ്റ L ബൈ L ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഈ രീതിയിൽ ലീനിയർ സ്ട്രെയിനുമായി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് യങ്സ് മോഡുലസ്. അഥവാ ലീനിയർ സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ, ഒരു വസ്തുവിനെ വലിച്ചു നീട്ടുമ്പോൾ അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയാ. ആ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കാരണമായി, വലിച്ചു നീട്ടുന്നത് കാരണമായി ആ വസ്തുവിനുള്ളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും, അതിനെ പഴയ നീളത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ. അങ്ങനെ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ അനുഭവപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള അനുപാതമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള
അനുപാതമാണ് യങ്സ് മോഡുലസ്. ഇത് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിലെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ മാത്രമേ പ്രൊപ്പോർഷണാലിറ്റി ഉള്ളൂ. അപ്പോഴേ നമുക്ക് റേഷ്യോ എടുക്കാൻ പറ്റൂ. ആ റേഷ്യോയെ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം എല്ലാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിലാണ്. അത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിലാണ് യങ്സ് മോഡുലസും റിജിഡിറ്റി മോഡുലസും ബൾക്ക് മോഡുലസും എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്ററിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്ററിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, ഡെൽറ്റ എൽ ബൈ എൽ അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് യങ്സ് മോഡുലസ്. ഒരു വസ്തുവിനെ വലിച്ചു നീട്ടുമ്പോൾ, നീളത്തിൽ വർധനവുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നീളത്തിൽ കുറവുണ്ടാകും, നീളത്തിൽ കുറവുണ്ടാകും, അല്ലെങ്കിൽ നീളത്തിൽ വർധനവുണ്ടാകും, ഇലോങ്ങേഷൻ ഉണ്ടാകും, അതിനെ എതിർക്കാൻ വേണ്ടി ഉള്ളിലുണ്ടാകുന്ന റീസ്റ്ററിംഗ് ഫോഴ്സിന്റെ റീസ്റ്ററിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ്. ഈ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള അനുപാതമാണ് യങ്സ് മോഡുലസ്. ഇപ്പൊ യങ്സ് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുത്താൽ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എഫ് ഇൻറ്റു എൽ, ഫോഴ്സ് ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ലെങ്ത്, എഫ് എൽ ബൈ എ എൽ. Young's modulus is equal to Young's modulus y equal to FL divided by area into change in length. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇത് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്നുള്ള ഇക്വേഷൻ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ്. ഇവിടെ കമ്പി, വയറ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ആകുമ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അതുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ പൈ ആർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഏരിയക്ക് വരം പൈ ആർ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. എനിവേ എഫ് എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ എന്നുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ലെങ്ത് എന്ന യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇപ്പൊ യങ്സ് മോഡുലസ് തന്നിട്ട് ഫോഴ്സ് കാണാൻ, അല്ലെങ്കിൽ ഫോഴ്സും ലെങ്ത്തും ചേഞ്ച് ഇൻ ലെങ്ത്തും ഏരിയക്ക് തന്നിട്ട് യങ്സ് മോഡുലസ് കാണാൻ, യങ്സ് മോഡുലസും ലെങ്ത്തും ഒറിജിനൽ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒക്കെ തന്ന് ഫോഴ്സ് കാണാൻ, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഫോഴ്സ് ഒറിജിനൽ ലെങ്ത് ഏരിയ ഒക്കെ തന്നിട്ട് ഇലോങ്ങേഷൻ കാണാൻ, ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാവുന്നതാണ്. രണ്ടാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോള്യം സ്ട്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ വോള്യം സ്ട്രെസ്സും വോള്യം സ്ട്രെയിനും തമ്മിലുള്ള അനുപാതമാണ് ബൾക്ക് മോഡുലസ്. വോള്യം സ്ട്രെസ്സിനെ നോർമൽ സ്ട്രെസ് എന്നും വിളിക്കും. കാരണം വോള്യത്തിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഉണ്ടാവുന്ന റീസ്റ്ററിംഗ് ഫോഴ്സും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അഥവാ നോർമൽ ടു ദ സർഫസ് ആയിരിക്കും. അതുകൊണ്ടാണ് നോർമൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ എന്നും ഇതിനെ പറയാറുണ്ട്. ബൾക്ക് മോഡുലസ് ഇസ് നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് ബൈ വോള്യം സ്ട്രെയിൻ, അല്ലെങ്കിൽ വോള്യം സ്ട്രെസ് ബൈ വോള്യം സ്ട്രെയിൻ, വോള്യം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് പെർപെൻഡിക്കുലർ ഏരിയ എന്ന് പറയുന്നത് പ്രഷറാണ്. അപ്പൊ അങ്ങനെ പ്രഷർ എന്ന രൂപത്തിലും ഇതിനെ നമ്മൾ എഴുതാറുണ്ട്. ബൾക്ക് മോഡുലസ്, വോള്യം ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ആ രീതിയിൽ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് വോള്യം സ്ട്രെസ്. വോള്യം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് വോള്യം സ്ട്രെയിൻ? വോള്യം സ്ട്രെയിൻ is change in volume divided by original volume. Volume strain equal to change in volume divided by original volume. നോർമൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്
നോർമൽ സ്ട്രെസ് എന്താണ്? നോർമൽ സ്ട്രെസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതിനെ നമുക്ക് ഡെൽറ്റ പി അല്ലെങ്കിൽ ഡി പി അല്ലെങ്കിൽ പ്രഷർ എന്നൊക്കെ വിളിക്കാം. സിംപ്ലി പ്രഷർ എന്നും പ്രയോഗിക്കാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയാൻ കാരണം ഓൾറെഡി പ്രഷർ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഇൻക്രീസ് ഇൻ പ്രഷർ അല്ലെ, കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴല്ലേ വോള്യത്തിൽ വ്യത്യാസം ഉണ്ടാവുക. അപ്പൊ അതിന് ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് പറയാം. ഈ നിലവിലുള്ള പ്രഷറിനെ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ പ്രഷർ എന്ന് സിംപ്ലി പ്രഷർ എന്നും പറയും. അപ്പോ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി K ഈക്വൽ ടു വോള്യം സ്ട്രെസ് ബൈ വോള്യം സ്ട്രെയിൻ F/A ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഡിവൈഡഡ് ബൈ മൈനസ് ഡെൽറ്റ വി ബൈ വി. വോള്യം സ്ട്രെയിനിന് ഡെൽറ്റ വി ബൈ വി എന്നാണ് നമ്മൾ വിളിച്ചത് എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. ഇവിടെ ഒരു മൈനസും കൂടെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതൊരു കോൺസ്റ്റന്റ് ആണ്, ഒരു മെറ്റീരിയലിന്റെ കോൺസ്റ്റന്റ് ആണ്. അതിൽ മൈനസ് വന്നാൽ മീനിങ് ഇല്ല. അത് പോസിറ്റീവ് കിട്ടണം. പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ വോള്യത്തിനൊരു നെഗറ്റീവ് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, മർദ്ദം കൂടുമ്പോൾ വോള്യം കുറയാണല്ലോ ചെയ്യുക. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും. പക്ഷേ ബൾക്ക് മോഡുലസ് നെഗറ്റീവ് അല്ല, ബൾക്ക് മോഡുലസ് പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആണ് കിട്ടേണ്ടത്, കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നെഗറ്റീവ് എന്നതിന് മീനിങ് ഇല്ല. അപ്പൊ ബൾക്ക് മോഡുലസ് പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് കൂടെ കൊടുക്കണം. അതിനുവേണ്ടി കൊടുത്തതാണ് നെഗറ്റീവ്. നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു എന്നതാണ്. നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു എന്നതാണ്. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നത് വോള്യം സ്ട്രെസ് ബൈ വോള്യം സ്ട്രെയിനെയാണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യങ്സ് മോഡുലസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ബൾക്ക് മോഡുലസും പഠിച്ചു കഴിഞ്ഞു. അടുത്തത്, അപ്പൊ വോള്യം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് വോള്യം ചേഞ്ച് ചെയ്യുന്ന തരത്തിൽ ഒരു വസ്തുവിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മർദ്ദം ചെലുത്തുമ്പോൾ അതിനെ എതിർക്കാൻ, അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇന്റേണൽ പ്രഷർ ഉള്ളിൽ രൂപപ്പെടും. ആ റീസ്റ്ററിംഗ് ഫോഴ്സ്, ആ റീസ്റ്ററിംഗ് പ്രഷറിനെയാണ് നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ വോള്യം സ്ട്രെസ് എന്ന് പറയും. ആ റീസ്റ്ററിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അടുത്ത മൂന്നാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് അഥവാ ഷിയർ മോഡുലസ്. വസ്തുക്കളുടെ ഷേപ്പ്, ഖരവസ്തുക്കളുടെ ഷേപ്പ് വ്യത്യാസം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസവുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. ഷിയറിംഗ് സ്ട്രെസ്സിന്റെയും ഷിയറിംഗ് സ്ട്രെയിനിന്റെയും അനുപാതമാണ് റിജിഡിറ്റി മോഡുലസ് അഥവാ ഷിയർ മോഡുലസ്. ഷിയറിംഗ് സ്ട്രെസ്സിന്റെയും ഷിയറിംഗ് സ്ട്രെയിനിന്റെയും അനുപാതമാണ് റിജിഡിറ്റി മോഡുലസ് അഥവാ ഷിയർ മോഡുലസ്. ഞാനൊരു സോളിഡ് ഒബ്ജക്റ്റിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണ്. ഇതൊരു ക്യൂബിക്കൽ അല്ലെങ്കിൽ ഒരു 3-dimensional ഒബ്ജക്റ്റ് ആണ്. പക്ഷെ ഒരു ഫേസ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അതിന്റെ ലോവർ ഫേസ് ഒരു ഫിക്സഡ് സർഫസിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ലോവർ ഫേസ് L ആണ് ഇതിന്റെ എല്ലാ ഫേസസും എന്ന് വിചാരിക്കാം. എല്ലാ എഡ്ജിന്റെയും നീളം L ആണ്. അപ്പൊ ഫേസ് ഏരിയകളെല്ലാം L² ആയിരിക്കും. ഫേസ് ഏരിയ ഈക്വൽ ടു L². എനിവേ, ഇതിന്റെ ലോവർ ഫേസ്, ഏറ്റവും താഴത്തെ ഫേസ് ഈ ഫിക്സഡ് സർഫസിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അപ്പർ ഫേസിന് സമാന്തരമായി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും.
അപ്പർ ഫേസിന് സമാന്തരമായി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ അപ്പർ ഫേസ് മുന്നോട്ടേക്ക് അപ്പർ ഫേസ് മാത്രം മുന്നോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി ഈ ഓബ്ജക്റ്റിന്റെ ഷേപ്പ് ഇതുപോലെ വ്യത്യാസം വരും. ഈ ആംഗിളിനെയാണ് സ്റ്റിയറിംഗ് ആംഗിൾ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റിയറിംഗ് ആംഗിൾ ഫൈ അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ആംഗിളിനെയാണ്. അപ്പൊ ഷേപ്പ് വ്യത്യാസം ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് ഒരു സിലിണ്ടറിക്കൽ വയർ, ഒരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. സിലിണ്ടർ ഇങ്ങനെ വെർട്ടിക്കലി ഹാങ് ചെയ്തിരിക്കുന്നു, ഒരു ഫിക്സഡ് സർഫസിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതിന്റെ ലോവർ എൻഡ് മാത്രം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ട്വിസ്റ്റ് ചെയ്താൽ ഇതിലും ഇതുപോലെ ഒരു ആംഗിൾ ഉണ്ടാവും. ട്വിസ്റ്റ് ചെയ്താൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിളിനെയും ഷിയറിംഗ് ആംഗിൾ എന്നാണ് വിളിക്കുക. അപ്പൊ ഷേപ്പ് വ്യത്യാസം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് റിജിഡിറ്റി മോഡുലസ് അഥവാ ഷിയർ മോഡുലസ്. ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് അതിനെ ഡിഫൈൻ ചെയ്യാം. ഷിയറിംഗ് സ്ട്രെസ് എപ്പോഴും ടാൻജൻഷ്യൽ സ്ട്രെസ് ആണ്. ടാൻജൻഷ്യൽ സ്ട്രെസ് ആണ്. കാരണം ഈ അപ്പർ സർഫസിന് കണ്ടില്ലേ, ഈ ഡയഗ്രത്തിൽ കാണാം, അപ്പർ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് ബലം പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ്സിനെ നമുക്ക് ഫോഴ്സ് ബൈ ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് കൊടുക്കാം, എഫ് ബൈ എ. ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെയിൻ ഈ ആംഗിളാണ്. ഷേപ്പ് വ്യത്യാസം മൂലം സർഫസുകൾ തമ്മിലുണ്ടാകുന്ന ആംഗിളിനെയാണ് ഫൈ, ഷിയറിംഗ് ആംഗിൾ അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഷിയറിംഗ് സ്ട്രെയിൻ ഇപ്പൊ ഈ അപ്പർ സർഫസ് എത്ര ഡിസ്പ്ലേസ് ചെയ്തു? ഡെൽറ്റ എൽ ആണ് അപ്പർ സർഫസ് ഡിസ്പ്ലേസ് ചെയ്ത ഈ ഡിസ്റ്റൻസ് അല്ലെ. ഡെൽറ്റ എൽ ആണ്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ എൽ ആണ് അപ്പർ. ഇത് രണ്ടും ഒരേ അളവാണ് കേട്ടോ. വരച്ചപ്പോൾ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനുവൽ എറർ ആണ്, അല്ലാതെ തിയറിറ്റിക്കലി ദർ ഇസ് നോ ഡിഫറൻസ്. അപ്പോ ഈ അപ്പർ സർഫസ് ഡിസ്പ്ലേസ് ചെയ്ത ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ എൽ ആണെങ്കിൽ ഈ ആംഗിളിനെ നമുക്ക് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാലോ, അപ്രോക്സിമേറ്റഡ് ടു ആർക്ക് ലെങ്ത്. അപ്പൊ ഫൈ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എൽ ബൈ എൽ. സോ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ, ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ ഫൈ, ദ ആംഗിൾ ഫൈ, ഷിയറിംഗ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത് ഫൈ ആണ്. ഈ ഡയഗ്രത്തിൽ നിന്നത് എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ ആ എൽ എന്ന എഡ്ജ് അല്ലെ, അപ്പർ സർഫസിലെ എഡ്ജ് നോക്കൂ. ഈ അപ്പർ സർഫസിന്റെ എൽ എന്ന എഡ്ജ്, അപ്പർ സർഫസിന്റെ എൽ എന്ന എഡ്ജ് എത്ര ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തില്ലേ ഈ എഡ്ജ് അല്ലെ, ഈ കോർണർ, അല്ലെങ്കിൽ കോർണർ എത്ര ഡിസ്പ്ലേസ് ചെയ്തു നോക്കൂ. ഈ പോയിന്റ് നിന്ന് ഇങ്ങോട്ടേക്ക് കോർണർ ഡിസ്പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു കോർണർ. ആ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എൽ. അപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ എടുത്താൽ ഏകദേശം ആംഗിളിന് തുല്യമായിരിക്കും. ആർക്ക് ലെങ്ത് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് ഡെൽറ്റ എൽ ബൈ എൽ ആണ് ഫൈ എന്ന് പറയാം. അല്ലെങ്കിൽ ടാൻ തീറ്റ, ടാൻ ഫൈ ആണ് എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ടാൻ ഫൈ ആണ് അല്ലെ, ടാൻ ഫൈ ആണ് ഡെൽറ്റ എൽ ബൈ എൽ. ടാൻ ഫൈ ചെറുതായത് കൊണ്ട് തന്നെ, ഫൈ പൊതുവെ ചെറുതായിരിക്കും ഇലാസ്റ്റിക് മെറ്റീരിയലിന്, കാരണം അത്രത്തോളം ഒന്നും ആംഗിൾ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഫൈ ചെറുതായത് കൊണ്ട് ടാൻ ഫൈ ഈക്വൽ ടു ഫൈ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ, അങ്ങനെയും നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എനിവേ, റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ അഥവാ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ, എഫ് എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോ ഷേപ്പ്, ഖരപദാർത്ഥങ്ങളുടെ രൂപം, ഷേപ്പ് വ്യത്യാസവുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്
റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ടാൻജൻഷ്യൽ സ്ട്രെസ് ബൈ ടാൻജൻഷ്യൽ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ രൂപം ഷേപ്പ് വ്യത്യാസം വരും. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കാണിച്ചത്. ഒരു ക്യൂബിക്കൽ ബോക്സിന്റെ ലോവർ സൈഡ് തറയുമായി ഒട്ടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ടേബിളുമായി ഒട്ടിച്ചു ചേർത്ത് അപ്പർ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ അപ്പർ സർഫസ് അല്പം ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. അപ്പോ അതിന്റെ എഡ്ജ് ഉണ്ടാക്കുന്ന ആംഗിൾ ഉണ്ട്. പെർപെൻഡിക്കുലർ എഡ്ജ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. ഫൈ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വസ്തുവിന്റെ രൂപത്തിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ, വ്യാപ്തത്തിൽ വ്യത്യാസം വരുന്നില്ല. ഷിയറിംഗ് സ്ട്രെയിനിന്റെ കാര്യത്തിൽ വ്യാപ്തത്തിൽ വ്യത്യാസമില്ല, രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ രണ്ട് സാമ്പിൾ പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരേ നീളവും ഒരേ നീളമുള്ള ഒരേ വസ്തു കൊണ്ടുണ്ടാക്കിയ രണ്ട് കമ്പികൾ, അവയുടെ ആരങ്ങൾ, അവയുടെ റേഡിയസുകൾ 1:2 എന്ന അനുപാതത്തിലാണ്. ഒരേ നീളത്തിലുള്ള സ്ട്രെയിൻ ഉണ്ടാക്കാൻ വ്യത്യസ്ത ബലങ്ങളാണ് പ്രയോഗിക്കേണ്ടി വരിക, കാരണം ആരം വ്യത്യാസമുള്ളതുകൊണ്ട്. എങ്കിൽ രണ്ട് ബലങ്ങളും തമ്മിലുള്ള അനുപാതം എത്രയാണ്? രണ്ടും ഒരേ വസ്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. രണ്ടിന്റെയും നീളം തുല്യമാണ്, രണ്ട് കമ്പികളുടെയും നീളം തുല്യമാണ്. രണ്ട് കമ്പികളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ വസ്തു കൊണ്ടാണ്, ഒരേ മെറ്റീരിയൽ കൊണ്ടായതുകൊണ്ട് രണ്ടിന്റെയും യങ്സ് മോഡുലസ് തുല്യമായിരിക്കും. യങ്സ് മോഡുലസ് തുല്യമാണ്, രണ്ടിന്റെയും യങ്സ് മോഡുലസ് തുല്യമാണ്. ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണ്. എങ്കിൽ രണ്ടിനും ഒരേ സ്ട്രെയിൻ ഉണ്ടാക്കാൻ, ഒരേ നീളത്തിലുള്ള സ്ട്രെയിൻ ഉണ്ടാക്കാൻ വ്യത്യസ്ത ബലം പ്രയോഗിക്കേണ്ടി വരും. എങ്കിൽ ആ ബലങ്ങൾ തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഒന്നാമത്തേതിൽ ബലം ഇതേ ഒരു സ്ട്രെയിൻ ഉണ്ടാക്കാൻ F1 ബലമാണ് പ്രയോഗിക്കേണ്ടതെങ്കിൽ രണ്ടാമത്തേതിൽ F2. അപ്പൊ F1 F2 തമ്മിലുള്ള റേഷ്യോ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. F1ഉം F2ഉം തമ്മിലുള്ള റേഷ്യോ എന്താണ്? നമ്മൾ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമ്മളിവിടെ നേരത്തെ കണ്ടതാണ്. FL ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഈക്വൽ ടു F ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ L എന്ന്. A ഇൻറ്റു ഡെൽറ്റ L ഈക്വേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിൽ F ഇൻറ്റു L ഡിവൈഡഡ് ബൈ, ഇത് കമ്പി ആയതുകൊണ്ട് πr² എന്ന് എഴുതാം, ഡെൽറ്റ L എന്നും എഴുതാം. πr² ഡെൽറ്റ L. അപ്പൊ ഇതിൽ നിന്ന് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടും. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? y ഇൻറ്റു πr², y ഇൻറ്റു ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y ഇൻറ്റു πr² ഇൻറ്റു ഡെൽറ്റ L ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ L ആണ് എഫിന്റെ ഇക്വേഷൻ. അപ്പൊ F1 എന്ന് പറയുന്നതിനെ നമുക്ക് y ഇൻറ്റു πr1² ഇൻറ്റു ഡെൽറ്റ L ബൈ L. രണ്ട് വയറിന്റെയും കമ്പിയുടെയും നീളം തുല്യമാണ്, അതുകൊണ്ടാണ് രണ്ടിലും ക്യാപിറ്റൽ L സെയിം ആണ്. ഇലോങ്ങേഷൻ രണ്ടിനും സെയിം ആക്കാൻ, ഒരേ ഇലോങ്ങേഷൻ ഉണ്ടാക്കാൻ എത്രയാണ് ഫോഴ്സ് വേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വ്യത്യാസമുള്ളത് R1 R2 തമ്മിൽ മാത്രമാണ്. അപ്പോ ഒന്നാമത്തതിന് ആവശ്യമായ ഫോഴ്സിനെ y ഇൻറ്റു πr1² ഡെൽറ്റ L ബൈ L എന്നും, രണ്ടാമത്തതിൽ ഇലോങ്ങേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഫോഴ്സിനെ y ഇൻറ്റു πr2² ഇൻറ്റു ഡെൽറ്റ L ബൈ L എന്നും എഴുതാം. y രണ്ടിലും സെയിം ആണ്, ഒരേ വസ്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇക്വേഷൻസിനെ ഡിവൈഡ് ചെയ്താൽ F1 ബൈ F2 ഈക്വൽ ടു R1² ബൈ R2² എന്ന് കിട്ടും. R1² ബൈ R2² എന്ന് പറഞ്ഞാൽ R1ഉം R2ഉം തമ്മിലുള്ള റിലേഷൻ R1 ബൈ R2 എന്ന് പറയുന്നത് 1/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ R1 ഈസ് ടു R2 ഈക്വൽ ടു 1:2 എന്ന് പറഞ്ഞാൽ R1 ബൈ R2 1/2 ആണെന്ന്. അതായത് R2 ഈക്വൽ ടു 2R1 ആണ്. അപ്പോ R2ന് പകരം 2R1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? R1² ബൈ 2R1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. F1 ബൈ F2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ദാറ്റ് ഈസ് F1 ഈസ് ടു F2 എന്ന് പറയുന്നത് 1:4 ആയിരിക്കും എന്നർത്ഥം.
F1 ഈക്വൽ ടു F1 ഈസ് ടു F2 എന്ന് പറയുന്നത് 1:4 ആണ് എന്നർത്ഥം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 5 മീറ്റർ നീളവും 1 മില്ലിമീറ്റർ വ്യാസവുമുള്ള ഒരു കമ്പിയുടെ അറ്റത്ത് 1 കിലോഗ്രാം ഭാരം തൂക്കിയിടുമ്പോൾ 3 മില്ലിമീറ്റർ നീളുന്നുവെങ്കിൽ വസ്തുവിന്റെ യങ്സ് മോഡുലസ് എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നീളം 5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 5 മീറ്റർ. ഡയമീറ്റർ വ്യാസം 1 മില്ലിമീറ്റർ ആണ്. അപ്പൊ റേഡിയസ് 1/2 മില്ലിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 കിലോഗ്രാം ഭാരമാണ് തൂക്കിയിട്ടത്. അപ്പോ ഫോഴ്സ് 1 × 9.8, ഫോഴ്സ് ഈക്വൽ ടു mg ആണല്ലോ. 1 × 9.8 അഥവാ 9.8 ന്യൂട്ടൺ ആണ് ഫോഴ്സ്. അങ്ങനെ ഇലോങ്ങേഷൻ ഉണ്ടായത് 0.3 മില്ലിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Δl ഈക്വൽ ടു 0.3 മില്ലിമീറ്റർ, 0.3 × 10⁻³ മീറ്റർ. അപ്പോൾ y എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യങ്സ് മോഡുലസ് FL/πr² Δl 9.8 × 5 divided by 3.14 × 0.5 × 10⁻³ ഹോൾ സ്ക്വയർ 0.3 × 10⁻³ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ 2.08 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. ഈ ഇക്വേഷൻ ഒന്ന് പരിചയപ്പെടാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇതിന്റെ ലാസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കോൺസ്റ്റന്റ്, മെറ്റീരിയലിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് പോയ്സൺസ് റേഷ്യോ അല്ലെങ്കിൽ പോയ്സൺസ് റേഷ്യോ അല്ലെങ്കിൽ പോയ്സൺ അനുപാതം എന്നൊക്കെ വിളിക്കും. ചിലര് പോയ്സൺസ് റേഷ്യോ എന്ന് പറയും. ഫിസിക്സിൽ പോയ്സൺ ഇല്ല എന്നർത്ഥത്തില് പോയ്സൺസ് റേഷ്യോ എന്ന് തമാശക്ക് പറയുന്നതാണ്. ദർ ഇസ് നോ പോയ്സൺ, ബട്ട് ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ ഫിസിസിസ്റ്റ്. അപ്പോ പോയ്സൺ എന്ന് വായിക്കാം. സ്പെല്ലിംഗ് ഡയറക്റ്റ് വായിച്ചാൽ പോയ്സൺ ആണ്. പോയ്സൺസ് റേഷ്യോ അല്ലെങ്കിൽ പോയ്സൺസ് റേഷ്യോ. എനിവേ, എന്താണ് പോയ്സൺസ് റേഷ്യോ? പോയ്സൺസ് റേഷ്യോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. ഡയഗ്രത്തില് ഒരു മെറ്റാലിക് വയറിന്റെ ഒരറ്റം ഫിക്സ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ അറ്റത്ത് വലിയൊരു മാസ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ആ മാസ് തൂക്കിയിട്ടത് കാരണം ആ ഫോഴ്സ് മാസിന്റെ mg കാരണം ഈ മെറ്റാലിക് വയർ ഇലോങ്ങേറ്റ് ചെയ്യപ്പെടും. മെറ്റാലിക് വയറിന് ഇലോങ്ങേഷൻ ഉണ്ടാകും അഥവാ നീളം കൂടും. ആ മെറ്റാലിക് വയറിന് ഇലോങ്ങേഷൻ ഉണ്ടാകുമ്പോ ഇലോങ്ങേഷൻ മാത്രമല്ല ഉണ്ടാവുക, നീളം കൂടുന്നതോടൊപ്പം അതിന്റെ വണ്ണം കുറയുകയും ചെയ്യും. നീളം കൂടുന്നതോടൊപ്പം വണ്ണം കുറയുകയും ചെയ്യൂലേ? അഥവാ നീളം കൂടുന്നതോടൊപ്പം വണ്ണം കുറയുകയും ചെയ്യും. ഡയമീറ്റർ കുറയും എന്നർത്ഥം. അപ്പോ ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ ലീനിയർ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഡയമീറ്ററിൽ വ്യത്യാസം വരുന്നുണ്ട്, അഥവാ ഒരു ലാറ്ററൽ സ്ട്രെയിനും ഉണ്ടാകുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന് കൂടാതെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്തതിന്റെ അതേ ഡയറക്ഷനിലാണ്. mgയുടെ അതേ ഡയറക്ഷനിലാണ് നീളത്തിൽ വ്യത്യാസം ഉണ്ടാവുക, അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാവുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെ അതേ ഡയറക്ഷനിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ്. എന്നാൽ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാകും, അഥവാ നീളം കൂടുന്നതോടൊപ്പം വണ്ണം കുറയുകയും ചെയ്യും. അപ്പൊ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും. ഈ സ്റ്റീൽ വയറിന്റെ കേസിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും, അഥവാ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു ചേഞ്ച് അവിടെ വരുന്നുണ്ട്. അതിനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയാം. ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ, അതിനാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ Δl/L-നെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കും. അത് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. അതിനെയാണ് ആൽഫ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആൽഫ ഈക്വൽ ടു Δl/L ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആൽഫ ഈക്വൽ ടു Δl/L
ഡയമീറ്ററിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ലാറ്ററൽ സ്ട്രെയിൻ ബീറ്റ എന്ന് വിളിക്കുന്നു. ലാറ്ററൽ സ്ട്രെയിൻ ബീറ്റ ഈക്വൽ ടു ഡി ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ. ഇതിനൊരു നെഗറ്റീവും കൂടെ കൊടുക്കുന്നുണ്ട്. അത് പൊതുവെ മെറ്റീരിയൽസ് അങ്ങനെയാണ്, വലിച്ചു നീട്ടുമ്പോൾ വണ്ണം കുറയാൻ ചെയ്യാം. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പോസിറ്റീവ് ആണെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ പോസൻസ് റേഷ്യോ പോസിറ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടി അതിന്റെ ഡെഫിനിഷനിൽ നമ്മൾ ഒരു നെഗറ്റീവും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൊതുവെ അങ്ങനെയാണ്. ഇപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓപ്പോസിറ്റ് ബിഹേവിയർ ആയതുകൊണ്ട് ലെങ്ത് കൂടുമ്പോൾ ഡയമീറ്റർ കുറയുകയാണ്. അപ്പോൾ പോസൻസ് റേഷ്യോ ലാറ്ററൽ സ്ട്രെയിനിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെയും റേഷ്യോ ആണ് പോസൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു കമ്പി വലിച്ചു നീട്ടുമ്പോൾ അതിന്റെ നീളം കൂടുന്നതോടൊപ്പം വ്യാസം കുറയുകയും ചെയ്യും. അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാകുന്നതോടൊപ്പം ഒരു ലാറ്ററൽ സ്ട്രെയിനും ഉണ്ടാകുന്നുണ്ട്. ഈ ലാറ്ററൽ സ്ട്രെയിനിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെയും അനുപാതമാണ് പോസൻസ് റേഷ്യോ, പോയ്സൺ അനുപാതം. പോസൻസ് റേഷ്യോ സിഗ്മ ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ എന്ന് ഡിഫൈൻ ചെയ്യാം. ബീറ്റ എന്നത് ലാറ്ററൽ സ്ട്രെയിനും ആൽഫ എന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമാണ്. ഇപ്പൊ ബീറ്റ ലാറ്ററൽ സ്ട്രെയിൻ ആണ്, ആൽഫ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ബീറ്റ ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി, ആൽഫ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. അങ്ങനെയെങ്കിൽ പോസൻസ് റേഷ്യോ സിഗ്മ ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ, ദാറ്റ് ഈസ് മൈനസ് ഡി ബൈ ഡെൽറ്റ എൽ ഇൻറ്റു എൽ ബൈ ഡി എന്ന് എഴുതാം. ഇപ്പോ പോസൻസ് റേഷ്യോ എന്തുകൊണ്ട് പോസൻസ് റേഷ്യോയിൽ നെഗറ്റീവ് വരുന്നുണ്ട് എന്നുള്ള കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നീളം കൂടുമ്പോൾ വണ്ണം കുറയുന്ന മെറ്റീരിയൽസിന് പോസിറ്റീവ് പോസൻസ് റേഷ്യോ ആണ് ഉള്ളത്. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് കൺവെൻഷൻ. അതാണ് പൊതുവെ മെറ്റീരിയൽസിന്റെ സ്വഭാവം. അപ്പൊ അത് കൺവെൻഷൻ ആയിട്ട് എടുത്തു. എക്സെപ്ഷണൽ കേസ് വരുമ്പോൾ ചില കേസസ് ഉണ്ട് നീളം കൂടുമ്പോൾ വലിച്ചു നീട്ടുമ്പോൾ വണ്ണം കൂടുന്നത്. പൊതുവെ വണ്ണം വലിച്ചു നീട്ടുമ്പോൾ വണ്ണം കുറയാ ചെയ്യാം. എന്നാൽ ചില അപൂർവ മെറ്റീരിയൽസ് ഉണ്ട് വലിച്ചു നീട്ടുമ്പോൾ വണ്ണം കൂടുന്നത്. അങ്ങനെയുള്ള മെറ്റീരിയൽസിന് നെഗറ്റീവ് പോസൻസ് റേഷ്യോ. പോസിറ്റീവ് പോസൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുമ്പോൾ വണ്ണം കുറയുന്നവയാണ്. അപ്പൊ അത് പോസിറ്റീവ് കിട്ടണമെങ്കിൽ ലാറ്ററൽ സ്ട്രെയിനിന്റെ ഡെഫിനിഷനിൽ തന്നെ ഒരു നെഗറ്റീവ് കൊടുക്കണം. അല്ലെങ്കിൽ കാരണം എന്താ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പോസിറ്റീവ് ആണെങ്കിൽ ലാറ്ററൽ സ്ട്രെയിന് നെഗറ്റീവ് ശരിക്കും വാല്യൂ കിട്ടുള്ളൂ, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ പോസൻസ് റേഷ്യോ പോസിറ്റീവ് കിട്ടണമെങ്കിൽ ലാറ്ററൽ സ്ട്രെയിനിൽ ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോ പൊതുവെ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി പോസിറ്റീവ് പോസൻസ് റേഷ്യോ ആണ്. പോസിറ്റീവ് പോസൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുമ്പോൾ വണ്ണം കുറയുക എന്നതാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പോസിറ്റീവ് ആണെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ നെഗറ്റീവ് ആയിരിക്കും എന്നതാണ് പോസൻസ് റേഷ്യോ പൊതുവെ മെറ്റീരിയൽസിന്റെ സ്വഭാവം. ഇപ്പൊ പോസൻസ് റേഷ്യോ പോസിറ്റീവ് ആയിട്ടാണ് അത്തരം മെറ്റീരിയൽസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കിട്ടണം പോസിറ്റീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ നെഗറ്റീവ് ഓട് ഉൾപ്പെടെ ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് വൈ നെഗറ്റീവ് സൈൻ. അപ്പൊ പോസൻസ് റേഷ്യോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ്. മെറ്റീരിയൽ പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുന്നതിൽ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ഒക്കെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ ഒരു കോൺസ്റ്റന്റ് ആണ് പോസൻസ് റേഷ്യോ. ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ബൾക്ക് മോഡുലസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെയൊക്കെ പല കേസിലും അത് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. വാതകങ്ങൾക്കും ദ്രാവകങ്ങൾക്കും ബൾക്ക് മോഡുലസ് മാത്രമേ ഉള്ളൂ. ഇനി ഇലാസ്റ്റിക് കോൺസ്റ്റന്റുകളുണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, പോസൻസ് റേഷ്യോ. ഈ 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റുകൾ തമ്മിലുള്ള റിലേഷൻസ് ആണ്. ഈ 4 റിലേഷൻസ് ഉണ്ട്. ഈ റിലേഷൻസ് ഒന്ന് എഴുതി പഠിക്കുക. കാരണം യങ്സ് മോഡുലസും റിജിഡിറ്റി മോഡുലസും തന്നിട്ട് പോസൻസ് റേഷ്യോ ചോദിക്കാം. യങ്സ് മോഡുലസും പോസൻസ് റേഷ്യോ തന്നിട്ട് റിജിഡിറ്റി മോഡുലസ് എത്രയെന്ന് ചോദിക്കാം. യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും തന്നിട്ട് പോസൻസ് റേഷ്യോ എത്രയെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ ഈ 4 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ ഇതിന്റെ ലെങ്തി ഡെറിവേഷനിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല.
ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇതൊന്ന് എഴുതി പഠിച്ചാൽ ഇതില് ശരി യഥാർത്ഥത്തിൽ രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസും കിട്ടും. ഇതില് ഈ ഞാൻ ഈ ടിക്ക് ചെയ്ത രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ മതി. ഈ രണ്ട് ഇക്വേഷൻ അറിയുമെങ്കിൽ 4 കോൺസ്റ്റൻസും അതിലുണ്ട്. y ഉണ്ട്, k ഉണ്ട്, സിഗ്മ ഉണ്ട്. രണ്ടാമത്തെ ഈ ഇക്വേഷനിൽ y ഉണ്ട്, n ഉണ്ട്, സിഗ്മ ഉണ്ട്. n എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ്, ഷിയർ മോഡുലസ്. y എന്നാൽ യങ്സ് മോഡുലസ്. k എന്നാൽ ബൾക്ക് മോഡുലസ്. സിഗ്മ എന്നത് പോസൺസ് റേഷ്യോ. പിന്നെ ഈ രണ്ട് റിലേഷനിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ മൂന്നാമത്തെ റിലേഷൻ, അതുപോലെ നാലാമത്തെ റിലേഷൻ. അപ്പൊ അതുകൊണ്ട് അതില്ലെങ്കിലും ആദ്യത്തെ രണ്ട് റിലേഷനുകളെങ്കിലും, ആദ്യത്തെ രണ്ട് ഇക്വേഷനുകളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. k ഈക്വൽ ടു y ബൈ 3 ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ, ബൾക്ക് മോഡുലസ് k ഈക്വൽ ടു y ബൈ 3 ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ, റിജിഡിറ്റി മോഡുലസ് n ഈക്വൽ ടു y ബൈ 2 ഇൻറ്റു 1 പ്ലസ് സിഗ്മ. ഇതിനെ മറ്റൊരു രീതിയിലും പറയാം. ഒന്നാമത്തെ ഇക്വേഷനെ y ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ എന്നും, രണ്ടാമത്തെ ഇക്വേഷനെ y ഈക്വൽ ടു 2n ഇൻറ്റു 1 പ്ലസ് സിഗ്മ എന്ന രൂപത്തിലും. അപ്പൊ ഇത് ഓർത്തു വെച്ചാലും മതി. ഈ രണ്ട് ഇക്വേഷൻ എങ്കിലും എഴുതി പഠിച്ച് ഓർത്തു വെക്കുക. ഇത് ഉപയോഗിച്ചുള്ള സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും 4 കോൺസ്റ്റൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ഏതെങ്കിലും ഒക്കെ കണ്ടെത്താൻ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻസ് y ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ എന്നും y ഈക്വൽ ടു 2n ഇൻറ്റു 1 പ്ലസ് സിഗ്മ എന്നുമുള്ള രണ്ട് ഇക്വേഷൻസ് എങ്കിലും പഠിച്ചു വെക്കുക. അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള ഏത് ഇക്വേഷനും ഈ നാലാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടും. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ 9y ഈക്വൽ ടു 1 ബൈ k പ്ലസ് 3n എന്ന് പറയുന്നതും നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ തന്നെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ അത് ഓർത്തില്ലെങ്കിലും ആദ്യത്തെ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി പോയ്സൺസ് റേഷ്യോക്ക് ലിമിറ്റ് ഉണ്ട്, തിയററ്റിക്കൽ ലിമിറ്റിംഗ് വാല്യൂസ്. നമ്മൾ y ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ എന്നും രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ, y ഈക്വൽ ടു 2n ഇൻറ്റു 1 പ്ലസ് സിഗ്മ എന്നും ഉള്ള ഇക്വേഷൻ. ഇതിൽ രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് y ആയതുകൊണ്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 3k ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ ഈക്വൽ ടു 2n ഇൻറ്റു 1 പ്ലസ് സിഗ്മ. ഇവിടെ കെയും എന്നൊക്കെ പോസിറ്റീവ് സംഖ്യകളാണ്. k എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആണ്, n എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ് ആണ്. അപ്പൊ കെയും എന്നും പോസിറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആയിരിക്കണം, റൈറ്റ് ഹാൻഡ് സൈഡും പോസിറ്റീവ് ആയിരിക്കണം. അഥവാ 1 മൈനസ് 2 സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം ഒന്നാമത്തെ കണ്ടീഷൻ. 1 മൈനസ് 2 സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണമെങ്കിൽ 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2 സിഗ്മ. 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2 സിഗ്മ ഓർ സിഗ്മ 2 സിഗ്മ മസ്റ്റ് ബി ലെസ് ദാൻ 1, അല്ലെങ്കിൽ സിഗ്മ മസ്റ്റ് ബി ലെസ് ദാൻ 1/2 എന്ന് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സിഗ്മയുടെ മാക്സിമം വാല്യൂ ഏതാണ്? 0.5 ആണ്. സിഗ്മ 0.5ൽ താഴെ ആയിരിക്കണം എന്നതാണ് ഒരു കണ്ടീഷൻ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആവണമെങ്കിൽ 1 പ്ലസ് സിഗ്മ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അഥവാ 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സിഗ്മ ഓർ സിഗ്മ മസ്റ്റ് ബി ലെസ് ദാൻ 1. 1 plus sigma must be greater than 0. 1 should be greater than minus sigma. Sigma must be minus sigma must be less than 1. So sigma must be greater than minus 1. മൈനസ് അപ്പുറത്തേക്ക് ഇടുമ്പോൾ സിമ്പിൾ ഇനീക്വാലിറ്റി തിരിയും. ഓക്കെ, സിഗ്മ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ -1. അപ്പൊ സിഗ്മയുടെ ഏറ്റവും കുറഞ്ഞ വാല്യൂ സിഗ്മ -1 കൂടുതലായിരിക്കണം എന്നർത്ഥം. സിഗ്മ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ -1. അപ്പൊ ഒന്നുകൂടെ പറയാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആയിരിക്കണം. അതിന് 1 - 2 സിഗ്മ പോസിറ്റീവ് ആകണം, അഥവാ ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പൊ ഈ -2 സിഗ്മനെ റൈറ്റിലേക്ക് കൊണ്ടുപോയ 2 സിഗ്മ ആയി. അതാണ് 1 is greater than 1 എന്നത് ഗ്രേറ്റർ ദാൻ 2 സിഗ്മ ആയിരിക്കണം.
അതിനെ തിരിച്ചെഴുതിയാൽ 2 സിഗ്മ ലെസ് ദാൻ 1 ആയിരിക്കണം, അഥവാ സിഗ്മ 1/2 കുറവായിരിക്കണം. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ 1 + സിഗ്മ എന്താവണം, ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പൊ ഇതിൽ സിഗ്മയെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് സിഗ്മ, 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മൈനസ് സിഗ്മ, അല്ലെങ്കിൽ മൈനസ് സിഗ്മ ഷുഡ് ബി ലെസ് ദാൻ 1. ഇനി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സിമ്പല് ഗ്രേറ്റർ ദാൻ ആയി മാറും. സിഗ്മ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ -1. ഇപ്പൊ സിഗ്മ -1 കൂടുതലായിരിക്കണം, 1/2 കുറവായിരിക്കണം. ഇപ്പൊ സിഗ്മയുടെ അഥവാ പോസോൺസ് റേഷ്യോന്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ലിമിറ്റ് എന്ന് പറയുന്നത് 0.5 ആണ്. നെഗറ്റീവിലേക്ക് പോയാൽ, കുറഞ്ഞ് നെഗറ്റീവിലേക്ക് പോയാൽ അതിന്റെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത് -1 ആണ്. അഥവാ സിഗ്മ പോസിറ്റീവ് ആണെങ്കിൽ 1/2 കുറവായിരിക്കണം, സിഗ്മ നെഗറ്റീവ് ആണെങ്കിൽ -1 കൂടുതലായിരിക്കും. അതാണ് പോസോൺസ് റേഷ്യോയുടെ ലിമിറ്റിംഗ് വാല്യൂസ്. അഥവാ പോസോൺസ് റേഷ്യോ -1 0.5 ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. -1 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ 0.5. മിക്ക വസ്തുക്കൾക്കും സിഗ്മയുടെ വാല്യൂ 0.2 0.4 ഇടയിലാണ്. റബ്ബറിന് 0.5 ആണ്, കോർക്കിന് 0 ആണ്. കോർക്കില് ഈ ബോട്ടിൽസിന്റെ കടപ്പായിട്ട് യൂസ് ചെയ്യുന്ന കോർക്കിന് സിഗ്മ വാല്യൂ 0 ആണ്. സിഗ്മ വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് സിഗ്മ. അത് 0 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലാറ്ററൽ സ്ട്രെയിൻ 0 ആണെന്ന് അർത്ഥം. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാവില്ല. വലിച്ചു നീട്ടിയാൽ നീളം കൂടും, അല്ലാതെ വണ്ണം കുറയില്ല. കംപ്രസ് ചെയ്താൽ നീളം കുറയും, വണ്ണം കൂടൂല. വലിച്ചു നീട്ടുമ്പോൾ നീളം കൂടുകയാണെങ്കിൽ വലിപ്പം കുറയ്ക്കുമ്പോ പ്രസ് ചെയ്തിട്ട് വലിപ്പം കുറയ്ക്കുമ്പോൾ വണ്ണം കൂടുകയും ചെയ്യണമല്ലോ. വലിച്ചു നീട്ടുമ്പോൾ വണ്ണം കുറയാണെങ്കിൽ കംപ്രസ് ചെയ്യുമ്പോൾ വണ്ണം കൂടുകയും ചെയ്യണം. പക്ഷെ അത് രണ്ടും ഉണ്ടാവില്ല കോർക്കിന്റെ കേസിൽ. റബ്ബറിന് 0.5 ആണ്, റബ്ബറിന് 0.5 ആണ്. സിഗ്മ 0.5 ആണെങ്കിൽ ബൾക്ക് മോഡുലസ് എത്ര വരും? ഇൻഫിനിറ്റി വരും. സിഗ്മ 0.5 ആണെങ്കിൽ ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി വരും. അത് ഈ ഇക്വേഷനിൽ ഈ ബൾക്ക് മോഡുലസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കാണാം. എന്താ ബൾക്ക് മോഡുലസ് K = y/3 × 1 - 2 സിഗ്മ എന്നാണ്. ഇതിൽ സിഗ്മ = 0.5 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. അപ്പൊ K =∞ എന്ന് കിട്ടും. ഇഫ് സിഗ്മ = 0.5, സിഗ്മ 0.5 താഴെ ഇരിക്കണം എന്നാണ്. റബ്ബർ ആണ് ഇതിന്റെ ഏറ്റവും ലിമിറ്റ്. സിഗ്മ = 0.5 അപ്രോക്സിമേറ്റ്ലി ഇത് പറയുന്ന, ശരിക്കും 0.5ന്റെ താഴെയാണ് റബ്ബറിന്റെ വാല്യൂ. സിഗ്മ = 0.5 ആണെങ്കിൽ ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി ആണെന്ന്. ബൾക്ക് മോഡുലസ് = y/3 × 1 - 2 സിഗ്മ. 2 സിഗ്മ 2 × 0.5 1 ആണ്. 1 - 1 0. അപ്പോ ഡിനോമിനേറ്റർ 0. റബ്ബറിന് 0.5 എന്നാണ് പൊതുവെ പറയാ. യഥാർത്ഥത്തിൽ 0.5 വാല്യൂ അല്ല, 0.5ന്റെ തൊട്ട് താഴെ. എനിവേ അതാണ് പോസോൺസ് റേഷ്യോ. ഇനി പോസോൺസ് റേഷ്യോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. വൈൻ കുപ്പികളിൽ കോർക്ക് അടപ്പാണ് ഉപയോഗിക്കുക. കോർക്ക് അടപ്പിന് പകരം റബ്ബർ അടപ്പ് ഉപയോഗിക്കില്ല, കോർക്ക് കൊണ്ടുള്ള അടപ്പാണ് ഉപയോഗിക്കുക. കോർക്കിന് പോയിസൺസ് റേഷ്യോ 0 ആണ്. അപ്പൊ ഇത് അടപ്പ് അടയ്ക്കുമ്പോഴേ പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ താഴെ ഭാഗം ഉണ്ടല്ലോ, അടപ്പ് പ്രസ് ചെയ്യുമ്പോൾ ഈ താഴെ ഭാഗം കംപ്രസ് ചെയ്യപ്പെടും. താഴെ ഭാഗം കംപ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വോള്യം കൂടുതലോ. സാധാരണ മെറ്റീരിയൽസ് ആണെങ്കിൽ വലിച്ചു നീട്ടുമ്പോൾ വണ്ണം കുറയും, കംപ്രസ് ചെയ്യുമ്പോൾ വണ്ണം കൂടും. അപ്പൊ അങ്ങനെ റബ്ബർ അടപ്പ് കൊണ്ടാണ് ഈ വൈൻ കുപ്പിയുടെ അടപ്പ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇത് ആ കുപ്പിക്കുള്ളിലേക്ക് അടപ്പ് അടച്ചു വെക്കാൻ വേണ്ടി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ വണ്ണം കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ശരിക്കും അടക്കാൻ പറ്റൂല. റബ്ബർ അടപ്പിന്റെ മുകൾ ഭാഗം വികസിക്കും, താഴെ ഭാഗം പ്രസ് ചെയ്യപ്പെടുമ്പോൾ അടപ്പ് അടക്കാൻ വേണ്ടി താഴെ ഭാഗം അടപ്പ് അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഒന്നും ഞെരുങ്ങുമല്ലോ. അങ്ങനെ ഞെരുങ്ങുമ്പോ മുകളിലെ ഭാഗം, ബാക്കിയുള്ള ഭാഗം അടപ്പിന്റെ ഉള്ളിലേക്ക്
കുപ്പിക്കുള്ളിലേക്ക് കിടക്കാത്ത ഭാഗം വികസിക്കും. അപ്പോ അടപ്പ് ശരിക്കും ഉള്ളിലേക്ക് കയറൂല. അപ്പൊ അതിന് കൂടുതൽ ബലം കൊടുത്ത് നമ്മൾ പ്രസ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. റബ്ബർ അടപ്പാണെങ്കിൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ കോർക്കാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. കോർക്കിന് എന്തില്ല, പോസോൺസ് റേഷ്യോ 0ആണ്. പോസോൺസ് റേഷ്യോ 0 എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ഇല്ല. വലിച്ചു നീട്ടിയാൽ വണ്ണം കുറയൂല, കംപ്രസ് ചെയ്താൽ വണ്ണോട്ട് കൂടൂല. അപ്പൊ കോർക്ക് കൊണ്ടുള്ള അടപ്പാണെങ്കിൽ കുപ്പിക്കുള്ളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ വികാസം അതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുപ്പിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടപ്പ് കൃത്യമായിട്ട് അടച്ചു വെക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് വൈൻ കുപ്പികളിൽ കോർക്ക് കൊണ്ടുള്ള അടപ്പാണ് ഉപയോഗിക്കുക. അതിന് കാരണം കോർക്കിന് പോസോൺസ് റേഷ്യോ 0 ആയതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 10 മീറ്റർ നീളമുള്ള ഒരു കമ്പം എന്ന് പറഞ്ഞാൽ വയർ എന്നാണ് അർത്ഥം. ഓക്കെ, 10 മീറ്റർ നീളമുള്ള ഒരു കമ്പം 1 മില്ലിമീറ്റർ നീളത്തിൽ ദീർഘിപ്പിക്കുന്നു. യങ്സ് മോഡുലസ് 2 × 10⁻11 പാസ്കൽ ആണെങ്കിൽ പ്രയോഗിച്ച ബലം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? നീളം, വയറിന്റെ നീളം തന്നിട്ടുണ്ട് 10 മീറ്റർ ആണെന്ന്. പിന്നെ ദീർഘിപ്പിച്ചത് എത്രയാണെന്ന്, അഥവാ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 10⁻³ മീറ്റർ ആണെന്ന് തന്നിരിക്കുന്നു. യങ്സ് മോഡുലസ് y = 2 × 10⁻11 പാസ്കൽ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഏരിയ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. കമ്പിയുടെ ക്രോസ് സെക്ഷണൽ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ, അഥവാ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്ററിന്റെ ഹോൾ സ്ക്വയർ, അഥവാ 10⁻⁻4 മീറ്റർ സ്ക്വയർ. എല്ലാം SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ F × L ഡിവൈഡഡ് ബൈ A × ഡെൽറ്റ L എന്നതാണ്. ഇതിൽ നിന്നും F ആണ് നമുക്ക് കാണേണ്ടത്. F ന്റെ ഇക്വേഷൻ y × ഏരിയ × ഡെൽറ്റ L ഡിവൈഡഡ് ബൈ L എന്ന് എഴുതാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y എന്നത് 2 × 10⁻11 × 10⁻⁻4 × ഡെൽറ്റ L 10⁻³ ഹോൾ ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ 2 × 10⁻³ ന്യൂട്ടൺ എന്നാണ് കിട്ടുക, അഥവാ 2000 ന്യൂട്ടൺ എന്നാണ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, 2000 ന്യൂട്ടൺ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു ലോഹ കമ്പം 1.5 മീറ്റർ നീളത്തിൽ 500 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് 0.75 മില്ലിമീറ്റർ ദൈർഘ്യത്തിൽ നീളുന്നു. വിസ്തീർണം 2 മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ യങ്സ് മോഡുലസ് എത്രയായിരിക്കും? ഇതിലൊക്കെ വിസ്തീർണം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. PSC ക്വസ്റ്റ്യനിൽ വിസ്തീർണം ഡയറക്റ്റ് തന്നോളന്നില്ല. വ്യാസമോ ആരമോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തരാം. അപ്പൊ വ്യാസമാണെങ്കിൽ അതിന്റെ പകുതി എടുത്ത് ആരം കണ്ടുപിടിക്കുക. എന്നിട്ട് πr² എടുത്താൽ ഏരിയ കിട്ടും. ആ ഏരിയയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടേക്ക് ഏരിയ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നീളം 1.5 മീറ്റർ ആണെന്നും ബലം പ്രയോഗിച്ചത് 500 ന്യൂട്ടൺ ആണെന്നും ഡെൽറ്റ എൽ അഥവാ ഇലോങ്ങേഷൻ ഉണ്ടായത് 0.75 മില്ലിമീറ്റർ ആണെന്നും 0.75 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.75 × 10⁻³ മീറ്റർ ആണെന്ന് അർത്ഥം. ഏരിയ തന്നിട്ടുണ്ട് 2 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 2 × 10⁻³ മീറ്റർ, അതിന്റെ സ്ക്വയർ, അഥവാ 4 അത് വെച്ചു. 2നെ സ്ക്വയർ ചെയ്യണ്ട,
മില്ലിമീറ്റർ സ്ക്വയർ തന്നെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ് അതിന്റെ സ്ക്വയർ. അപ്പോ നമുക്ക് എന്ത് കിട്ടും? 2 × 10⁻⁻6 2 × 10⁻⁻6 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 2 × 10⁻⁻6 മീറ്റർ സ്ക്വയർ. 2 ഏരിയ 2 മില്ലിമീറ്റർ സ്ക്വയർ. ഏരിയ 2 ആണ്, യൂണിറ്റ് മില്ലിമീറ്റർ സ്ക്വയർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ 2നെ സ്ക്വയർ ചെയ്യണ്ട. 2 റേഡിയസ് അല്ല, 2 ഏരിയ ആണ്. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്, യൂണിറ്റ് മില്ലിമീറ്റർ സ്ക്വയറിലാണ്. മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻³ മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ 10⁻³ ഹോൾ സ്ക്വയർ എടുത്താൽ മതി. അതാണ് 10⁻6 മീറ്റർ സ്ക്വയർ. ഇനി യങ്സ് മോഡുലസ് ഈക്വൽ ടു F × L ഡിവൈഡഡ് ബൈ A × Δl എന്നെടുത്താൽ F എത്രയാണ്? 500 ന്യൂട്ടൺ ആണ്. L 1.5 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ 2 × 10⁻⁻6 ആണ്. Δl 0.75 × 10⁻³ എന്ന് കിട്ടും. ആൻസർ ഇതില് 2 0.75 മൾട്ടിപ്ലൈ ചെയ്താൽ 1.5 ആണ്. അപ്പോൾ മുകളിലത്തെ 1.5 ആയിട്ട് വെട്ടാം. അങ്ങനെ വെട്ടിയാൽ 500 × 10⁻9 എന്ന് കിട്ടും. അഥവാ 5 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 5 × 10⁻11 പാസ്കൽ എന്ന് എഴുതാം. 5 × 10⁻11 പാസ്കൽ, ഓപ്ഷൻ ബി അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വോള്യം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അഥവാ ബൾക്ക് മോഡുലസ് 3 × 10⁻9 പാസ്കൽ ആണെങ്കിൽ വോള്യം 1% കുറവ് വരുത്താൻ വേണ്ട പ്രഷർ എത്രയായിരിക്കും? ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രഷർ ΔP ഡിവൈഡഡ് ബൈ ΔV/V വിത്ത് എ നെഗറ്റീവ്. വോള്യം സ്ട്രെസ് അഥവാ നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ ബൈ വോള്യം സ്ട്രെയിൻ. ഇതിൽ ഈ നെഗറ്റീവ് കൊണ്ട് നമുക്ക് സൗകര്യപൂർവ്വം ഒഴിവാക്കാം. നെഗറ്റീവ് പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടതാണെന്ന് നമുക്കറിയാലോ. അപ്പൊ ഇനിയിപ്പോ വീണ്ടും നെഗറ്റീവ് ഒന്നും എഴുതണ്ട. ΔPA പ്രഷർ എന്ന് തന്നെ എഴുതാം. കാരണം നോർമൽ പ്രഷർ എല്ലായിടത്തുള്ളതാണ്. പിന്നെ അപ്ലൈഡ് പ്രഷർ തന്നെയാണ് പ്രഷർ. അപ്പോൾ പ്രഷർ ഡിവൈഡഡ് ബൈ പ്രഷർ അപ്ലൈ ചെയ്താൽ ΔV/V എന്ന് എഴുതാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. വോള്യത്തിൽ 1% കുറവ് വരുത്തണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്ട്രെയിന് എന്ന് പറയുന്നത് തന്നെ പെർസെൻറ്റേജ് ചേഞ്ചിനെയാണ്. പെർസെൻറ്റൈൽ ചേഞ്ച് ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് അല്ലല്ലോ സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോള്യം അല്ലല്ലോ സ്ട്രെയിൻ. ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിഫോർമേഷനെ ആനുപാതികമായിട്ട് പറയുന്നതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയാം. അതാണ് വോള്യം എത്ര ചേഞ്ച് ചെയ്തു എന്നുള്ളതല്ല വോള്യം സ്ട്രെയിൻ, വോള്യത്തിൽ എത്ര ശതമാനം ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ വോള്യം സ്ട്രെയിൻ ആണ് ഈ 1% കുറവ് എന്ന് പറയുന്നത്. 1% കുറവ് എന്ന് പറയുന്നത് വോള്യം സ്ട്രെയിൻ ആണ്. അഥവാ ΔV/V എന്ന് പറയുന്നത് 1% ആണ്, അഥവാ 1/100 ആണ് എന്നർത്ഥം. ദാറ്റ് മീൻസ് 0.01 ആണെന്നർത്ഥം. അങ്ങനെയെങ്കിൽ പ്രഷർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പ്രഷർ ഈക്വൽ ടു ബൾക്ക് മോഡുലസ് ഇൻറ്റു ΔV/V എന്ന് എഴുതാലോ. ഈ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് ΔV/V.
സോ ബൾക്ക് മോഡുലസ് എത്രയാണ്? ബൾക്ക് മോഡുലസ് 3 into 10 raised to 9 Pascal. 3 into 10 raised to 9 multiplied by, Pascal വീണ്ടും എഴുതണ്ട, 3 into 10 raised to 9 multiplied by 0.01. അപ്പോൾ എത്രയായി? 3 into 10 raised to 9 into 10 raised to minus 2 equal to 3 into 10 raised to 7 Newton per meter square, അല്ലെങ്കിൽ 3 into 10 raised to 7 Pascal. Option A, 3 into 10 raised to 7 Pascal. അടുത്ത ക്വസ്റ്റ്യൻ, യങ്സ് മോഡുലസ് 2 into 10 raised to 10 പാസ്കലും പോസൺസ് റേഷ്യോ 0.25 ആണെങ്കിൽ ഷിയർ മോഡുലസ് എത്രയായിരിക്കും? നമ്മുടെ ഈക്വേഷൻ എന്തായിരുന്നു? y equal to 2n into 1 plus sigma. y equal to 2n into 1 plus sigma, അല്ലെങ്കിൽ n equal to y by 2 into 1 plus sigma equal to Young's modulus 2 into 10 raised to 10 divided by 2 into 1 plus 0.25 equal to 2 into 10 raised to 10 divided by 2 into 1.25 equal to 2 by 2.5 into 10 raised to 10. 2 by 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.8 ആണ്. 0.8 into 10 raised to 10 അഥവാ അത് തന്നെയാണ് ആൻസർ ഉള്ളത്. 0.8 into 10 raised to 10 പാസ്കൽ. 0.8 into 10 raised to 10 പാസ്കൽ. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസ് തന്നിട്ട് പോസൺസ് റേഷ്യോയും തന്നാൽ റിജിഡിറ്റി മോഡുലസ് ഈ രീതിയിൽ കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, 2 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു 2 into 10 raised to minus 2 whole square meter whole square equal to 2 into 10 raised to minus 4 meter square. 2 meter square 2 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഒരു വയർ 1.2 മീറ്റർ നീളത്തിൽ L equal to 1.2 മീറ്റർ 600 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് നീളുന്നു. F equal to 600 ന്യൂട്ടൺ. യങ്സ് മോഡുലസ് y equal to 1.2 into 10 raised to 11 പാസ്കൽ ആണെങ്കിൽ എക്സ്റ്റൻഷൻ എത്ര? ഡെൽറ്റ എൽ എത്ര? അപ്പൊ y equal to FL by A into delta L എന്നാണല്ലോ ഇക്വേഷൻ. അപ്പൊ ഡെൽറ്റ എൽ equal to FL divided by AY എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എൽ equal to 600 into 1.2 divided by 2 into 10 raised to minus 4 into 1.2 into 10 raised to 11. 1.2 കട്ട് ചെയ്താൽ equal to 3 into 10 raised to minus 5 meter എന്ന് കിട്ടും. അഥവാ 0.03 millimeter എന്നാണ് കിട്ടുക. ഇവിടെ ആൻസറിൽ ഒരു എം വിട്ടുപോയതാവും. 0.3 millimeter ആണ് ആൻസർ. 0.03 millimeter ആൻസർ. 3 into 10 raised to 5 minus 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 3 into
10 raised to minus 2 into 10 raised to minus 3. 11 4 കുറച്ചാൽ 7, 7 2 പോയാൽ 5, 10 raised to minus 5 എന്നാണ്. തെറ്റിയിട്ടില്ല. അപ്പൊ ഇത് 10 raised to minus 3 മീറ്റർ എന്ന മില്ലിമീറ്റർ ആണ്. ഈ 3 into 10 raised to minus 2 എന്ന് പറഞ്ഞാൽ 0.03 ആണ്. 0.03 millimeter ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വോളിയം മോഡുലസ് ബൾക്ക് മോഡുലസ് 4 into 10 raised to 9 പാസ്കൽ ആണെങ്കിൽ 2 into 10 raised to 6 പാസ്കൽ പ്രഷർ ഉപയോഗിക്കുമ്പോൾ വോളിയം ചേഞ്ച് എത്ര ശതമാനം ആയിരിക്കും? അപ്പോൾ ബൾക്ക് മോഡുലസ് K ഈക്വൽ ടു തന്നിരിക്കുന്ന ഇതെന്താണ്? ബൾക്ക് മോഡുലസ് ആണ്. ഈ തന്നിരിക്കുന്നത് പ്രഷർ ആണ്. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 വോളിയം ചേഞ്ച് എത്ര ശതമാനം? അപ്പൊ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി ആണ് ബൾക്ക് മോഡുലസ്. അതിൽ നിന്നും ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് പ്രഷർ ബൈ ബൾക്ക് മോഡുലസ് എന്ന് കിട്ടും. 2 into 10 raised to 6 divided by 4 into 10 raised to 9 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് എത്ര കിട്ടും? 2/4 0.5 ആണ്. 0.5 into 10 raised to minus 3. 0.5 into 10 raised to minus 3. ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 അഥവാ 10 raised to 2, 0.5 into 10 raised to minus 3 into 10 raised to 2 equal to 0.5 into 10 raised to minus 1 അഥവാ 0.05%. 0.05% ആണ് വോളിയം ചേഞ്ചിന്റെ ശതമാനം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. പോസോൺസ് റേഷ്യോ 0.3യും യങ്സ് മോഡുലസ് 200 ജിഗാ പാസ്കലുമാണെങ്കിൽ ഷിയർ മോഡുലസ് എത്രയായിരിക്കും? n equal to y by 2n into 1 plus sigma equal to 200 into 10 raised to 9 അല്ലെങ്കിൽ 200 ജിഗാ പാസ്കൽ എന്ന് എഴുതിയാലും മതി. കാരണം യങ്സ് മോഡുലസും ഷിയർ മോഡുലസും ജിഗാ പാസ്കൽ തന്നെ കിട്ടും. ജിഗാ പാസ്കലാണ് ഇവിടെ ആൻസർ തന്നിട്ടുള്ളതും. അതുകൊണ്ട് 10 raised to 9 എന്ന് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ n ഇല്ല കേട്ടോ. സ്പെഷ്യൽ എഴുതിയപ്പോൾ n വീണ്ടും വന്നിട്ട് n ഇല്ല. ഓക്കെ, 2 into 1 plus 0.3 equal to 200 divided by 2 into 1.3. That is 200 divided by 2.6 gigapascal equal to 76.9 gigapascal എന്ന് കിട്ടും. 200 by 2.6 ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 76.9 ജിഗാപാസ്കൽ എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ യങ്സ് മോഡുലസും ഷിയർ മോഡുലസും പോസോൺസ് റേഷ്യോയും തമ്മിലുള്ള ബന്ധം എന്താണ്? യങ്സ് മോഡുലസ് y ഈക്വൽ ടു 2n into 1 plus sigma. ഇവിടെ യങ്സ് മോഡുലസിനെ E എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. റിജിഡിറ്റി മോഡുലസിനെ ഷിയർ മോഡുലസിനെ G into 1 plus sigma. E equal to 2G into 1 plus sigma. ഒന്നാമത്തെ ആൻസർ ആണ് കറക്റ്റ്. E equal to 2G into 1 plus sigma. ഓക്കെ, അടുത്തത് ബൾക്ക് മോഡുലസ് യങ്സ് മോഡുലസ് പോസോൺസ് റേഷ്യോ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബൾക്ക് മോഡുലസ് y equal to 3k into 1 minus 1 minus 2 sigma എന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ y യങ്സ് മോഡുലസിന് E എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈക്വൽ ടു 3 into ബൾക്ക് മോഡുലസ് K തന്നെയാണ്,
3k into 1 minus 2 sigma. So 3k into 1 minus 2 sigma. Option answer A. Option A ആണ് ആൻസർ. അടുത്ത പോസൻസ് റേഷ്യോ 0.5 ആകുന്ന സിഗ്മ ഈക്വൽ ടു 0.5 ആണെങ്കിൽ ബൾക്ക് മോഡുലസ് എത്രയായിരിക്കും? ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബൾക്ക് മോഡുലസ് y ഈക്വൽ ടു k ഈക്വൽ ടു y ബൈ 3k into 1 minus 2 സിഗ്മ. സിഗ്മ ഈക്വൽ ടു 0.5 കൊടുത്താൽ 3k into 1 minus 2 into 0.5. 1 minus 2 into 0.5 equal to y by 3k into 1 minus 1 equal to y by 3k into 0 equal to y by 0 equal to infinity. So answer is infinity. Poisson's ratio 0.5 ആണെങ്കിൽ ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഒരു വസ്തുവിന്റെ യങ്സ് മോഡുലസ് 200 ജിഗാ പാസ്കലും ഷിയർ മോഡുലസ് 80 ജിഗാ പാസ്കലുമാണെങ്കിൽ പോസോൺസ് റേഷ്യോ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. യങ്സ് മോഡുലസ് y ഈക്വൽ ടു 200 ജിഗാ പാസ്കൽ ആൻഡ് ഷിയർ മോഡുലസ് n ഈക്വൽ ടു 80 ജിഗാ പാസ്കൽ ആണെങ്കിൽ സിഗ്മ എത്രയാണ്? ഈ y ഈക്വൽ ടു 2n into 1 plus sigma എന്നാണ് ഇക്വേഷൻ. അപ്പോൾ n ഈക്വൽ ടു y by 2 into 1 plus sigma അല്ലേ? ഇതല്ലല്ലോ വേണ്ടത്. 1 plus sigma equal to 1 plus sigma equal to y by 2n. Sigma equal to y by 2n minus 1. Sigma equal to y by 2n minus 1. അപ്പോൾ സിഗ്മ എന്ത് കിട്ടും? y എത്രയാ? 200 ജിഗാ പാസ്കൽ ഡിവൈഡഡ് ബൈ 80 2 into 80 ജിഗാ പാസ്കൽ. ജിഗാ പാസ്കൽ മുകളിലും ജിഗാ പാസ്കൽ താഴെ ഉണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം എഴുതാത്തത്. അത് കട്ട് ചെയ്ത് പോവുമല്ലോ. അപ്പൊ 200 by 200 ഡിവൈഡഡ് ബൈ 160. 200 by 160. 200 by 160. 200 by 160 minus 1. 200 by 160 അല്ലെങ്കിൽ 20 by 16. 20 by 16 എടുത്താൽ എത്ര കിട്ടും? 20 by 16 എടുത്താൽ 1 by 20 by 16 എടുത്താൽ എത്ര കിട്ടും? 5 by 4 എന്ന് കിട്ടുക. 5 by 4. 5 by 4 minus 1. 5 by 4 എന്ന് പറഞ്ഞാൽ 1.25 ആണ്. 1.25 minus 1 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. സിഗ്മ ഈക്വൽ ടു 0.25. സിഗ്മ ഈക്വൽ ടു 0.25. ക്വസ്റ്റ്യൻ നമ്പർ 12. ഒരു കമ്പം വലിക്കുമ്പോൾ ഒരു വയർ വലിക്കുമ്പോൾ വോള്യം കുറയുന്നുവെങ്കിൽ അതിന്റെ താഴെ പറയുന്നതിൽ ഏതാണ് ശരി? പോസോൺസ് റേഷ്യോ 0 ആണോ? പോസോൺസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 0 ആണോ? പോസോൺസ് റേഷ്യോ ലെസ് ദാൻ 0 ആണോ? പോസോൺസ് റേഷ്യോ 1 ആണോ? ഇതാണ് കമ്പം എന്ന് പറഞ്ഞാൽ പോസോൺസ് റേഷ്യോ എന്താണ്? മൈനസ് ഡി മൈനസ് പോസോൺസ് റേഷ്യോ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? മൈനസ് ഡി ബൈ ഡി എൽ ഇൻറ്റു എൽ